ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൺസ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് KTU ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാമാണ്. അതിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കലിൻ്റെ ഒരു പേപ്പറാണ്. S4 ഇലക്ട്രിക്കലിൻ്റെ ഒരു പേപ്പറാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. അതിൽ ജൂൺ 2023 നടന്ന എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് 2019 സ്കീമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ മൊഡ്യൂൾ വൈസ് ആണ് നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതിൽ സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കൂടാതെ സെക്കൻഡ് മൊഡ്യൂളിലെ സിലബസ് എന്താണെന്നുള്ള ജസ്റ്റ് ബ്രീഫായിട്ടൊന്ന് നോക്കി പോവാം. സിലബസിൽ വരുന്നത് രണ്ട് ഭാഗങ്ങളായിട്ടാണ്: ബുളിയൻ ലോസും കോമ്പിനേഷൻ സർക്യൂട്ടും. അതിൽ ബുളിയൻ ലോസ്, അതിൽ ബേസിക് ആയിട്ട് വരുന്ന ബുളിയൻ ലോസ് എന്തൊക്കെയാണ്, തിയറംസ് എന്തൊക്കെയാണെന്ന് വരുന്നുണ്ട്. പിന്നെ SOP POS മെത്തേഡ്, സം ഓഫ് പ്രൊഡക്ട്സ് ഓഫ് സം മെത്തേഡ്. അത് കഴിഞ്ഞിട്ട് കാമാപ്പിൻ്റെ സിംപ്ലിഫിക്കേഷൻ വരുന്നുണ്ട്. കാമാപ്പിൻ്റെ സിംപ്ലിഫിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് പേഴ്സ്, കോഡ്സ്, ഒക്ടറ്റ് ഒക്കെ, ഡോൺ കെയർ കണ്ടീഷൻസ് ഒക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ കോമ്പിനേഷൻ സർക്യൂട്ട്സ് ആണ്. കോമ്പിനേഷൻ സർക്യൂട്ട്സിൽ വരുന്നത് ആഡേഴ്സ്, ഫുൾ ആഡർ, ഹാഫ് ആഡർ ഉണ്ട്, പിന്നെ സബ്ട്രാക്ടർ ഉണ്ട്, പിന്നെ 4-bit പാരലൽ ആഡർ, സബ്ട്രാക്ടർ ഉണ്ട്, ക്യാരി, ലുക്ക്, ഹെഡ് ആഡർ. ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത്. അപ്പോൾ ബുളിയൻ ലോസും കോമ്പിനേഷൻ സർക്യൂട്ട്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മൊഡ്യൂളാണ് സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ രണ്ട് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, പാർട്ട് A ഉണ്ടാവും, പാർട്ട് B ഉണ്ടാവും. പാർട്ട് A എന്ന് പറയുന്ന ഷോർട്ട് ആൻസർ ടൈപ്പ് ആണ്. അത് 3 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഒരു മൊഡ്യൂളിന് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ നിർബന്ധമായിട്ടും ആൻസർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൽ 2 ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഇതാണ്. ഒരു ക്വസ്റ്റ്യൻ ഗെറ്റ് ദ ഡ്യുവൽ ഓഫ് ദ എക്സ്പ്രഷൻ AB പ്ലസ് AC ദ ഹോൾ കോംപ്ലിമെന്റ് പ്ലസ് AB കോംപ്ലിമെന്റ് C ഇൻറ്റു, ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ തന്നിട്ട് അതിൻ്റെ ഡ്യുവൽ കണ്ടുപിടിക്കാം. നമുക്ക് ക്വസ്റ്റ്യൻസിൽ ഓരോ ക്വസ്റ്റ്യനായിട്ട് വർക്കൗട്ട് ചെയ്യാം. Okay, first question, get the dual of the expression AB plus AC the whole complement plus AB complement C into AB plus C equal to 1. ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ തന്നിട്ട് അതിൻ്റെ ഡ്യുവൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡ്യുവൽ കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു ബേസിക് ടെക്നിക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്യുവലിൻ്റെ എക്സ്പ്രഷൻ കിട്ടും. അതായത് എവിടെയൊക്കെ ആൻഡ് ഓപ്പറേഷൻസ് ഉണ്ടോ ആ ആൻഡ് ഓപ്പറേഷൻസിനെ മുഴുവൻ നമ്മൾ ഓർ ഓപ്പറേഷൻസ് ആക്കിയിട്ട് മാറാം. എവിടെയൊക്കെ പ്ലസ് ഉണ്ടോ അവിടെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ആൻഡിനെ ഓർ ആക്കുക, ഓറിനെ ആൻഡ് ആക്കുക. ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡിനെ ഓർ ആക്കുക, ഓറിനെ ആൻഡ് ആക്കുക. പിന്നെ എവിടെയൊക്കെ പ്ലസ് ഉണ്ടോ അവിടെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുക. എവിടെയൊക്കെ 1 ഉണ്ടോ അതിനെയൊക്കെ 0 ആക്കുക. എവിടെയൊക്കെ 0 ഉണ്ടോ അതിനെയൊക്കെ 1 ആക്കുക. ഈ റൂൾസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ എക്സ്പ്രഷൻ നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഡ്യുവൽ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ഇവിടെ നോക്കാം. അതിൽ ഫസ്റ്റ് AB എന്ന് പറഞ്ഞാൽ എന്താ, A ആൻഡ് B അല്ലെങ്കിൽ A ഇൻറ്റു B ആണ് അല്ലേ. അതിനെ നമ്മൾ എന്താക്കി മാറ്റണം, A ഓർ B ആക്കി മാറ്റണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് എന്താ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് ഒരു പ്ലസ് ആണ് അല്ലേ. പ്ലസ് കണ്ടു കഴിഞ്ഞാൽ അതിനെ എന്താക്കണം, ഇൻറ്റു ആക്കണം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്ന ടൈം ഏതാ, AC ദ ഹോൾ കോംപ്ലിമെന്റ്. AC എന്ന് പറയുന്നത് A ആൻഡ് C അല്ലെങ്കിൽ A ഇൻറ്റു C അല്ലേ. അതിനെ നമ്മൾ എന്താക്കി മാറ്റണം, A പ്ലസ് C ദ ഹോൾ കോംപ്ലിമെന്റ്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ പ്ലസ് അല്ലേ വരുന്നത്. ഇത്രയും നമ്മൾ ചെയ്തു കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്ന പ്ലസ്, അതിനെ എന്താക്കി മാറ്റുക, ഇൻറ്റു ആക്കി വരിക. അതിനുശേഷം കുറച്ച് ലെങ്തി എക്സ്പ്രഷൻ ആയതുകൊണ്ട് നമ്മൾ തെറ്റിപ്പോവാതിരിക്കും, ഒരു ബ്രാക്കറ്റും കൂടെ കൊടുക്കാം. ഓക്കെ, പിന്നെ വരുന്നത് A ഇൻറ്റു B കോംപ്ലിമെന്റ് ഇൻറ്റു C. A ഇൻറ്റു B കോംപ്ലിമെന്റ് ഇൻറ്റു C നമ്മൾ എങ്ങനെ എഴുതണം, A പ്ലസ് B കോംപ്ലിമെന്റ് പ്ലസ് C അല്ലെങ്കിൽ A ഓർ B കോംപ്ലിമെന്റ് പ്ലസ് C എന്ന് എഴുതണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇൻറ്റു അല്ലേ വരുന്നത്, ബ്രാക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇൻറ്റു ഇത് എന്നല്ലേ അർത്ഥം. അപ്പോൾ ആ ഇൻറ്റു ഉള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യണം, പ്ലസ് കൊടുക്കണം. സോ പ്ലസ് A ഉള്ളിൽ എന്താ, ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്താ, ഉള്ളിലുള്ളത് AB എന്ന് പറയുന്നതിന് നമ്മൾ എങ്ങനെ എഴുതാം, A പ്ലസ് B. ഓക്കെ, A പ്ലസ് B എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യാം, ഇവിടെ പ്ലസ് C ഉണ്ട്, അതിനെങ്ങനെ എഴുതാം, ഇൻറ്റു C എഴുതാം. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ 1 ആണല്ലോ, അതിന് പകരം 0 കൊടുക്കും. ഇതാണ് ആ എക്സ്പ്രഷൻ്റെ ഡ്യുവൽ എന്ന് പറയുന്നത്. ഡയറക്റ്റ് ആയിട്ട് ഒറ്റ സ്റ്റെപ്പിൽ എഴുതാവുന്ന സംഭവമേ ഉള്ളൂ. എവിടെയൊക്കെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ അവിടെയൊക്കെ അഡീഷൻ കൊടുക്കുക, എവിടെയൊക്കെ അഡീഷൻ ഉണ്ടോ അവിടെയൊക്കെ മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കുക. അല്ലെങ്കിൽ ഡിജിറ്റൽ ഭാഷയിലാണെങ്കിൽ എവിടെയൊക്കെ ആൻഡ് ഓപ്പറേഷൻ ഉണ്ടോ അതിൽ ഓർ ഓപ്പറേഷൻ കൊടുക്കുക, എവിടെയൊക്കെ ഓർ ഓപ്പറേഷൻസ് ഉണ്ടോ അവിടെ ആൻഡ് ഓപ്പറേഷൻസ് കൊടുക്കുക. ഓക്കെ, അത്രയും ചെയ്ത് കഴിയുക. 1 ഉണ്ടെങ്കിൽ 0 ആക്കുക, 0 ഉണ്ടെങ്കിൽ 1 ആക്കുക. അതോടുകൂടി നമുക്ക് എന്ത് കിട്ടും, എക്സ്പ്രഷൻ്റെ ഡ്യുവൽ കിട്ടും. ഓക്കെ, നെക്സ്റ്റ്, derive the expression for sum and carry of a full adder.
ഓക്കെ, അപ്പോൾ ഫുൾ ആഡർ സർക്യൂട്ടിൻ്റെ സമ്മിൻ്റെയും ക്യാരിയുടെയും എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫുൾ ആഡർ എന്താണ്? ഫുൾ ആഡർ എന്നുള്ളത് നമ്മൾ ആദ്യം അറിയണ്ടേ. ആഡർ എന്ന് പറയുന്നത് ആഡ് ചെയ്യുന്ന സർക്യൂട്ടാണ് അല്ലേ. ആഡർ എന്ന് പറയുന്നത് ഫുൾ ആഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറ്റ് എ ടൈം എത്ര ബിറ്റ്സിനെ ആഡ് ചെയ്യുന്നത് നമ്മൾ ആദ്യം അറിയണം. രണ്ട് ടൈപ്പ് ആഡേഴ്സ് ആണുള്ളത്, ഹാഫ് ആഡറും ഫുൾ ആഡറും. ഹാഫ് ആഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് എ ടൈം 2 ബിറ്റ്സിനെ ആഡ് ചെയ്യും. ഫുൾ ആഡർ എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം 3 ബിറ്റ്സിനെ ആഡ് ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ആഡറിൻ്റെ ജസ്റ്റ് ഒരു റെപ്രസെൻറ്റേഷൻ അങ്ങോട്ട് വരച്ച് വയ്ക്കുക. ഫുൾ ആഡറിന് 3 ഇൻപുട്ടുകളാണ് നമ്മൾ സാധാരണ റെപ്രസെൻറ്റ് ചെയ്യുക. ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് എ, രണ്ടാമത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് ബി, മൂന്നാമത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് സി ഇൻ, ക്യാരി ഇൻ. ഓക്കെ, ഇനി ഇതിന് 2 ഔട്ട്പുട്ടുകളാണ് ഉണ്ടാവുക. ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സമ്മാണ്, ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ക്യാരിയാണ് അല്ലെങ്കിൽ ക്യാരി ഔട്ടാണ്. അപ്പോൾ ശരിക്കും നമുക്ക് 2 ബിറ്റ്സിനെ തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 78 + 29 ആഡ് ചെയ്യും. ഓക്കെ, അതിൽ ഈ ഫസ്റ്റ് ഡിജിറ്റ്സ് നമ്മളിവിടെ അല്ലേ ആഡ് ചെയ്യുക, 8 + 9 അതല്ലേ ആദ്യം ചെയ്യുക. അപ്പോൾ 8 + 9 ചെയ്യുന്ന നമുക്ക് സമയത്ത് നമുക്ക് 17 കിട്ടും അല്ലേ. 17ൻ്റെ ബാക്കി എത്രയുണ്ട്? 1 ഉണ്ട്. ആ 1നെ നമ്മൾ ഇവിടെ കൊണ്ടുപോയിട്ട് ആഡ് ചെയ്യില്ലേ. അപ്പോൾ ഈ അഡീഷൻ എന്തായിട്ട് മാറും? ആദ്യത്തെ ഈ പൊസിഷനിലുള്ള അഡീഷൻ ഈ 2 ഡിജിറ്റ്സ് തമ്മിലായിരുന്നു. നെക്സ്റ്റ് അഡീഷൻ എന്ന് പറയുന്നത് ഈ 3 ഡിജിറ്റ്സ് തമ്മിലാവും അല്ലേ. അതിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ക്യാരിനെയാണ് ആക്ച്വലി ക്യാരി ഇൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇയാളെ സംബന്ധിച്ച് ഈ അഡീഷൻ നടക്കുന്ന സമയത്ത് ഈ 1 എന്ന് പറയുന്നത് ക്യാരി ഇൻ ആണ്. പക്ഷേ ഈ അഡീഷനെ സംബന്ധിച്ച് ഈ 1 എന്ന് പറയുന്നത് ക്യാരി ഔട്ടാണ്. ഓക്കെ, അപ്പോൾ ഒരു സീക്വൻസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 3 ബിറ്റ്സ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു 29 കൂടി ഉണ്ടെങ്കിൽ ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ക്യാരി ഔട്ട്, ഈ 2 എണ്ണം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ജനറേറ്റ് ചെയ്യുന്ന ക്യാരി ഔട്ട് അടുത്ത ബിറ്റിൻ്റെ ക്യാരി ഇൻ ആയിട്ട് പോകും. ഇനി ഇത് രണ്ടും തമ്മിൽ കൂട്ടുന്ന സമയത്ത് ഇപ്പോൾ 7 + 2 9, 9 + 1 = 10. അപ്പോൾ ഇവിടെ 0 എഴുതും, ബാക്കി 1 വരും. ഈ 1 ഇങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ അതാണ് ഈ ബിറ്റ്സിൻ്റെ അഡീഷനിലെ ക്യാരി ഔട്ട്. ഈ 1 ആണ് ഈ ബിറ്റ്സിൻ്റെ അഡീഷനിലെ ക്യാരി ഇൻ. ഇവിടെ കിട്ടുന്ന ആൾക്കാരാണ് എന്ത്? സംസ്. ഇതാണ് സമ്മ്. അതുകൊണ്ടാണ് ഫുൾ ആഡർ സർക്യൂട്ട്, അതാണ് ഫുൾ ആഡർ സർക്യൂട്ടിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അറ്റ് എ ടൈംസ് 3 ബിറ്റ്സിനെ ആഡ് ചെയ്യാൻ പറ്റും. അറ്റ് എ ടൈംസ് ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു സമ്മും കിട്ടും, ഒരു സി ഔട്ടും കിട്ടും. ഇപ്പോൾ ഹാഫ് ആഡർ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 ബിറ്റ്സിനെ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് വല്ല ക്യാരിയും വരുന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ നമുക്ക് ഹാഫ് ആഡർ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഹാഫ് ആഡറിന് അറ്റ് എ ടൈം 7ഉം 2ഉം മാത്രമേ കൂട്ടാൻ പറ്റുള്ളൂ. ഇപ്പുറത്തുനിന്ന് വരുന്ന ഒന്നിനെ അതിന് കൂട്ടാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ സീരീസ് ഓഫ് ഓപ്പറേഷൻസ്, ആക്ച്വൽ അഡീഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണല്ലോ നടക്കുക. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ എന്തായാലും എന്ത് ഉപയോഗിച്ചേ പറ്റും? ഫുൾ ആഡർ ഉപയോഗിച്ചേ പറ്റും. അപ്പോൾ ഫുൾ ആഡറിന് 3 ഇൻപുട്സ് ഉണ്ട്, 2 ഔട്ട്പുട്ട്സ് ഉണ്ട്. ഓക്കെ, ഇനി ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? സമ്മിൻ്റെയും സി ഔട്ടിൻ്റെയും എക്സ്പ്രഷനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സ്പ്രഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം എന്താണ് പെർഫോം ചെയ്യേണ്ടത്, ഇത് പെർഫോം ചെയ്യുമ്പം എന്ത് റിസൾട്ടാണ് കിട്ടുന്നത് എന്ന് നമ്മൾ ആദ്യം അറിയണം അല്ലേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് എഴുതണം? ട്രൂത്ത് ടേബിൾ എഴുതണം. ഫുൾ ആഡറിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഇത്രയും വലുതാണെന്ന് വിചാരിച്ചിട്ട് പഠിക്കാതിരിക്കുന്നത്. വളരെ സിമ്പിളാണ്, ഡയറക്റ്റ് അഡീഷൻ പോലെയാണ്. ഇപ്പോൾ 3 ഇൻപുട്സുകൾ നമ്മൾ ആദ്യം എഴുതുക, എ ബി സി. ഔട്ട്പുട്ട് 2 ഉണ്ടാവും, ഒരു സം ഉണ്ടാവും, ഒരു ക്യാരി ഉണ്ടാവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ബിറ്റ്സിൻ്റെ കോമ്പിനേഷൻസ് എഴുതാം. കോമ്പിനേഷൻസ് എഴുതാൻ നിങ്ങൾക്ക് ഡിജിറ്റൽ പഠിക്കുന്ന എല്ലാവർക്കും കോമ്പിനേഷൻസ് ഓർഡറിൽ എഴുതാൻ അറിഞ്ഞിരിക്കണം. 0 0 0 0 0 1 0 1 0 0 1 1 1 0 0 1 0 1 1 1 0 1 1 1. ഇനി ഇത് ഓർത്ത് വയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ബിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, 0 1 0 1 0 1 0 1 ഓൾട്ടർനേറ്റ്സ് ആയിട്ടാണ് 0സും 1ഉം വരുന്നത്. ഇവിടെ നോക്കിയേ 2 0 2 1 2 0 2 1. ഇവിടെ നോക്കിയേ 4 0 4 1. ഇത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എഴുതി പോവാം. ഇതിൻ്റെ അടുത്ത സാധനം നിങ്ങൾക്ക് എഴുതി പോവാം. അടുത്ത സാധനം എഴുതുന്ന സമയത്ത് ഇവിടെ എന്ത് വരും? ഇവിടെ എല്ലാം 0 1 0 1 ഓൾട്ടർനേറ്റ് ആയിട്ടല്ലേ വരുന്നത്. അപ്പോൾ അടുത്തത് 0 ആവും. ഇവിടെ 2 0 2 1, അപ്പോൾ അടുത്തത് 0 ആയിരിക്കുമല്ലോ. ഇവിടെ 4 0 4 1, അപ്പോൾ അടുത്തത് 0 ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പുറത്തെ ഒരു ബിറ്റും കൂടെ വരും, 1 വരും. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? എഴുതി പോവാം. അപ്പോൾ ഇവിടെ ഈ അടുത്ത ബിറ്റിലേക്ക് കടക്കുമ്പോൾ ഈ 8ഉം 0 ആയിരിക്കും. അടുത്ത 8 ഇവിടെ 1 വരും.
അടുത്ത 4 ഇവിടെ 0, അടുത്ത 2 ഇവിടെ 0, അടുത്ത 1 ഇവിടെ 0. ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് എഴുതി പോകാനെങ്കിലും പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ട്രൂത്ത് ടേബിൾസ് ഏത് സർക്യൂട്ട് ചോദിച്ചു കഴിഞ്ഞാലും ഫസ്റ്റ് നമ്മൾ വരയ്ക്കേണ്ടത് ട്രൂത്ത് ടേബിൾ ആണ്. എന്നാൽ മാത്രമേ ട്രൂത്ത് ടേബിളിന് ഒരു മാർക്ക് ഉണ്ടാവും. എന്നിട്ട് മാത്രമേ നമുക്ക് ഫർദർ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ട്രൂത്ത് ടേബിൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ട്രൂത്ത് ടേബിളിൽ നമ്മൾ എന്ത് ചെയ്യുക, 3 ഇൻപുട്സ് ആണുള്ളത്. ആ ഇൻപുട്സിന്റെ കോമ്പിനേഷൻസ് ഓർഡറിൽ എഴുതി വെക്കുക. 0 0 0 0 0 1 0 1 0 0 1 1 1 0 0 1 0 1 1 1 0 1 1 1 എല്ലാ കോമ്പിനേഷൻസും ആയി. എന്നിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഫുൾ ആഡർ ആണല്ലോ, ഡയറക്റ്റ് ആയിട്ട് എയിനെയും ബിയിനെയും സിയിനെയും ആഡ് ചെയ്യാം. ഓക്കെ, 0 + 0 + 0 എന്താ കിട്ടുക? 0. സമ്മും 0 ക്യാരിയും 0. അവിടെ വേറെ ഒന്നും കിട്ടില്ല. സോ സം ഈസ് 0 ക്യാരി 0. നെക്സ്റ്റ് 0 + 0 + 1. 0 + 0 + 1 എത്രയാ? 1. ക്യാരി ഇല്ലല്ലോ, ഒറ്റ റിസൾട്ട് അല്ലേ ഉള്ളൂ. സോ സം ഈസ് 1 ക്യാരി 0. നെക്സ്റ്റ് 0 1 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 + 1 1 + 0. 0 + 1 എന്ന് പറഞ്ഞാൽ 1, 1 + 0 എന്ന് പറഞ്ഞാൽ 1. സോ സം ഈസ് 1 ക്യാരി 0. നെക്സ്റ്റ് ഇവിടെ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഓക്കെ, 0 + 1 1 1 + 1 1 + 1 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? 1 + 1 the sum is 0 and the carry is 1. ഓക്കെ, സോ ഇവിടെ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. 1 + 1 സം ഈസ് 0 ക്യാരി ഈസ് 1. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ബൈനറി നമ്പർ സിസ്റ്റത്തിൽ 0 കഴിഞ്ഞ് 1 കഴിഞ്ഞ് ഈ 1ന്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ അടുത്ത നമ്പർ നമുക്ക് ഡെസിമൽ എത്രയാണ് കിട്ടേണ്ടത്? 2. ഡെസിമൽ ടൂവിന്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ ഏതാ? 1 0. അതിനെയാണ് സം ഈസ് 1 ക്യാരീസ് സം ഈസ് 0 ക്യാരീസ് 1 ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 0 + 1 + 1 0 + 1 + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മ് 0 ആവും, ക്യാരി 1 ആവും. നെക്സ്റ്റ് 1 + 0 + 0 1 + 0 is 1 1 + 0 is 1 സം ഈസ് 1 ക്യാരി 0. നെക്സ്റ്റ് 1 0 1 ഇവിടെയും 2 1 വന്നു. 2 1 ആഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും എന്താ വരിക? സമ്മ് 0യും ക്യാരി 1 ആയിട്ടാണ് വരിക. ഇവിടെയും 2 1 2 1 ആഡ് ചെയ്യുന്ന സമയത്ത് സമ്മ് 0 ക്യാരി 1. അടുത്തത് നോക്കിയേ, 3 1. ഓൾറെഡി 1 + 1 എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സം ഈസ് 0 ക്യാരി ഈസ് 1. ഇതിന്റെ കൂടെ പിന്നെ ഒരു 1 കൂട്ടുന്നു. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? സമ്മ് ഈസ് 1 ക്യാരി ഈസ് 1. സോ സം ഈസ് 1 ക്യാരി ഈസ് 1. അപ്പോൾ ട്രൂത്ത് ടേബിൾ നമ്മൾ അടിപൊളിയായിട്ട് എഴുതി വെക്കുക. ഡയറക്റ്റ് അഡീഷൻ, ഇവിടെ കൺഫ്യൂഷൻ വരുന്ന കേസാണ് ഞാൻ പറഞ്ഞത്. 2 1s വരുന്ന കേസ് ഉണ്ടെങ്കിൽ സമ്മ് 0 ക്യാരി 1. 3 1s വരുന്ന കേസ് ഉണ്ടെങ്കിൽ സമ്മ് 1 ക്യാരി 1. ഓക്കെ, അപ്പോൾ ഇത്രയുമായി കഴിഞ്ഞാൽ ട്രൂത്ത് ടേബിൾ കംപ്ലീറ്റ് ആയി. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എക്സ്പ്രഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? സമ്മിൻ്റെ എക്സ്പ്രഷനും കണ്ടുപിടിക്കണം, ക്യാരിയുടെ എക്സ്പ്രഷനും കണ്ടുപിടിക്കണം. ചിലപ്പോൾ നമ്മൾ ലാബിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ എക്സ്പ്രഷൻ എന്താണെന്ന് ഓർമ്മയുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എഴുതി വെച്ചാലും മാർക്ക് കിട്ടും. ഇനി ഇത് എക്സ്പ്രഷൻ നമ്മൾ മറന്നുപോയി എന്ന് വിചാരിക്കുക. എക്സ്പ്രഷൻ മറന്നുപോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ സമ്മിൻ്റെ എക്സ്പ്രഷൻ ആദ്യം കണ്ടുപിടിക്കാം. സമ്മിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ സമ്മ് 1 കിട്ടുന്ന കേസുകൾ നോക്കാം. ഇവിടെ 1 ഇവിടെ 1 ഇവിടെ 1 ഇവിടെ 1. ഏതൊക്കെ ഇൻപുട്ട് കോമ്പിനേഷൻസിലാണ് 1 കിട്ടുന്നത് നോക്കാം. ഏതൊക്കെ ഇൻപുട്ട് കോമ്പിനേഷൻസിലാണ് 1 കിട്ടുന്നത്? ഇവിടെ ഈ കോമ്പിനേഷൻ 1 കിട്ടുന്നുണ്ട്, ഈ കോമ്പിനേഷൻ 1 കിട്ടുന്നുണ്ട്, ഈ കോമ്പിനേഷൻ 1 കിട്ടുന്നുണ്ട്, പിന്നെ ഈ കോമ്പിനേഷൻ 1 കിട്ടുന്നുണ്ട്. ഓക്കെ, 4 കോമ്പിനേഷൻസിനാണ് നമുക്കിവിടെ 1 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കോമ്പിനേഷൻസ് ഒന്ന് എഴുതി പോവാ. അതായത് ഇതാണ് ഫസ്റ്റ് കോമ്പിനേഷൻ, A0 B0 C1. 0 ഉള്ള വേരിയബിൾസിനെ മുഴുവൻ കോംപ്ലിമെന്റ് ആയിട്ട് എഴുതാം, 1 ഉള്ള വേരിയബിൾസിനെ മുഴുവൻ അതേപടി എഴുതാം. അതായത് ഫസ്റ്റ് കോമ്പിനേഷൻ 0 0 1 A0 ആണല്ലോ, അപ്പൊ നമ്മൾ എന്ത് എഴുതാം? A കോംപ്ലിമെന്റ്. ഓക്കെ, ഇൻറ്റു രണ്ടാമത് വരുന്നത് 0 അല്ലേ, അത് ഏതിന് നേരെ? B. സോ B കോംപ്ലിമെന്റ് ഇൻറ്റു മൂന്നാമത് വരുന്ന സീനിന്റെ നേരെ 1 അല്ലേ, മൂന്നാമത് വരുന്നത് ഇവിടെ 1 ആണ്, 1ന്റെ നേരെ C. സോ C. കഴിഞ്ഞോ? കഴിഞ്ഞില്ല. ഇതൊരൊറ്റ കേസ്, ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഓർ. ഓക്കെ, രണ്ടാമത് വരുന്ന കേസ് ഇത് എന്ന് പറഞ്ഞേ, A കോംപ്ലിമെന്റ് B C ഇൻ കോംപ്ലിമെന്റ്. സോ A കോംപ്ലിമെന്റ് B C ഇൻ കോംപ്ലിമെന്റ്. അതല്ലേ രണ്ടാമത്തെ കേസ്, A കോംപ്ലിമെന്റ് B C ഇൻ കോംപ്ലിമെന്റ്. മൂന്നാമത്തെ കേസ് നോക്കിയേ, ഇതല്ലേ മൂന്നാമത്തെ കേസ്, A B കോംപ്ലിമെന്റ് C ഇൻ കോംപ്ലിമെന്റ്. സോ A B കോംപ്ലിമെന്റ് C ഇൻ കോംപ്ലിമെന്റ്. നാലാമത്തെ കേസ് A B C. സോ A B C.
ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ സം. അപ്പോൾ ഇത് ചുമ്മാ ഇങ്ങനെ എഴുതി വെച്ചാൽ പോരാ, ഇതിന് സിംപ്ലിഫൈ ചെയ്ത് എഴുതണം. ഒന്നുകിൽ സിംപ്ലിഫൈ ചെയ്യാനുള്ള മെത്തേഡാണ് എന്ത്, ക്യാമാപ്പ് ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്യാം. ക്യാമാപ്പിനൊന്നും നമ്മൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റൻ അല്ലേ ഉള്ളൂ, ക്യാമാപ്പിലേക്കൊന്നും പോകണ്ട. ഇതിനെ തന്നെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് എക്സ്പ്രഷൻസ് വരുന്നതെന്ന് നോക്കിയേ. എ കോംപ്ലിമെൻറ്റ് ഫസ്റ്റ് കേസിൽ എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് സി ഇൻ പ്ലസ് സെക്കൻഡ് കേസിൽ എ കോംപ്ലിമെൻറ്റ് ബി സി ഇൻ, ഇവിടെ തെറ്റുണ്ട് അല്ലേ. സെക്കൻഡ് കേസിൽ എ കോംപ്ലിമെൻറ്റ് ബി സി ഇൻ കോംപ്ലിമെൻ്റ് അല്ലേ, ഓക്കെ റെഡി, കറക്റ്റ് അല്ലേ. തേർഡ് കേസിൽ എ ബി കോംപ്ലിമെൻറ്റ് സി ഇൻ കോംപ്ലിമെൻറ്റ്, ലാസ്റ്റ് കേസിൽ എ ബി സി ഇൻ. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിൽ ഇവിടെ സി ഇൻ ഉണ്ട് അല്ലേ, ഇവിടെ ഒരു സി ഇൻ ഉണ്ട്, ഇവിടെ ഒരു സി ഇൻ ഉണ്ട്. ഈ രണ്ടിൻ്റെ അകത്ത് ഞാൻ സി ഇൻ കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു എന്ന് വിചാരിക്കാം. സോ സി ഇൻ ഇൻറ്റു എന്താ വരിക, ഇവിടെ എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു ബി കോംപ്ലിമെൻ്റ് ഉണ്ട്, പ്ലസ് ഇവിടെ എന്തുണ്ട്, എ ഇൻറ്റു ബി ഉണ്ട്, പ്ലസ് അടുത്ത കേസിൽ ഇവിടെയും സി ഇൻ കോംപ്ലിമെൻ്റ് ഉണ്ട്, ഇവിടെയും സി ഇൻ കോംപ്ലിമെൻ്റ് ഉണ്ട്. അപ്പോൾ രണ്ട് സ്ഥലത്തു നിന്നും സി ഇൻ കോംപ്ലിമെൻ്റ് പുറത്തെടുക്കാം. സി ഇൻ കോംപ്ലിമെൻ്റ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും, എ കോംപ്ലിമെൻ്റ് ബി വരും, ഇവിടെ എ ബി കോംപ്ലിമെൻ്റ് വരും. സോ എ കോംപ്ലിമെൻ്റ് ബി പ്ലസ് എ ബി കോംപ്ലിമെൻ്റ്. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എന്താ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നോക്ക്, ഇവിടെ ഒരാളുണ്ട് അല്ലേ, അയാളുടെ കോംപ്ലിമെൻ്റ് ആണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പം ഇവിടെ ഒരാളുണ്ട്, ഇയാൾ ആക്ച്വലി എന്താണ്, അല്ലെങ്കിൽ ഇയാൾ ആക്ച്വലി എന്താണ്. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ എക്സോറിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിച്ചിരുന്നു. ഇത് എക്സോറിൻ്റെ എക്സ്പ്രഷൻ അല്ലേ, ഇത് എക്സ്നോറിൻ്റെ എക്സ്പ്രഷൻ ആണ്. അപ്പോൾ ഇത് എക്സോറിൻ്റെ എക്സ്പ്രഷൻ, ഇത് എക്സ്നോറിൻ്റെ എക്സ്പ്രഷൻ. എക്സോറിൻ്റെ നേരെ കോംപ്ലിമെൻ്റ് ആണ് എക്സ്നോർ. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കംപ്ലീറ്റ് എക്സ്പ്രഷനെ ഞാൻ ചുമ്മാ ഒരു വേരിയബിൾ കൊടുക്കുന്നു, എക്സ് ആണെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ അതിൽ ഈ കംപ്ലീറ്റ് എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ഇതാ ഈ കംപ്ലീറ്റ് എക്സ്പ്രഷൻ എ കോംപ്ലിമെൻറ്റ് പ്ലസ് എ ബി കോംപ്ലിമെൻറ്റിനെ ഞാനൊരു വേരിയബിൾ കൊടുക്കുന്നു എക്സ്. അങ്ങനെയാണെങ്കിൽ ഇയാൾ എന്തായിരിക്കും, എക്സ് കോംപ്ലിമെൻ്റ് ആയിരിക്കും. കാരണം ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന എക്സോർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എക്സ്നോർ ആണ്. ഇത് എക്സ് ആണെങ്കിൽ അപ്പോൾ ഇത് എക്സ് കോംപ്ലിമെൻ്റ് ആയിരിക്കും. എക്സോറും എക്സ്നോറും പരസ്പരം കോംപ്ലിമെൻറ്റ്സ് ആണ്. അപ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ എന്തായിട്ട് മാറും, ദ എക്സ്പ്രഷൻ ഫോർ സം ബിക്കംസ് എന്താണെന്ന് പറഞ്ഞേ, സി ഇൻ ഇൻറ്റു എക്സ് കോംപ്ലിമെൻറ്റ് പ്ലസ് സി ഇൻ കോംപ്ലിമെൻറ്റ് ഇൻറ്റു എക്സ്, എ ഇൻറ്റു ബി കോംപ്ലിമെൻറ്റ് പ്ലസ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എക്സോർ ആണ്. അപ്പോൾ ദിസ് എക്സ്പ്രഷൻ ക്യാൻ ബി റിട്ടൺ ആസ് സി ഇൻ എക്സോർ എക്സ്. അതാണ് സി ഇൻ ഇൻറ്റു എക്സ് കോംപ്ലിമെൻറ്റ് പ്ലസ് സി ഇൻ കോംപ്ലിമെൻറ്റ് ഇൻറ്റു എക്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് ഓൾറെഡി ഇരിക്കുന്നത് എന്താ, ഇയാളാണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താ, എ കോംപ്ലിമെൻറ്റ് എ എക്സോർ ബി. അപ്പോൾ കംപ്ലീറ്റ് എക്സ്പ്രഷൻ, സമ്മിൻ്റെ കംപ്ലീറ്റ് എക്സ്പ്രഷൻ നമുക്ക് എന്ത് എഴുതാം, സം ഈസ് ഈക്വൽ ടു എ എക്സോർ ബി എക്സോർ സി. ഓക്കെ, എ എക്സോർ ബി എന്ന് പറയുന്നത് എ ബി കോംപ്ലിമെൻറ്റ് പ്ലസ് എ കോംപ്ലിമെൻറ്റ് ബി. അതിനെ സി ഇന്നുമായിട്ട് എക്സോർ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ കംപ്ലീറ്റ് എക്സ്പ്രഷൻ കിട്ടുക. അപ്പോൾ ആക്ച്വലി ഈ എക്സ്പ്രഷൻ ഓർത്തിരിക്കാൻ ഭയങ്കര സിമ്പിൾ ആണ് അല്ലേ. 3 ഇൻപുട്സ് ആണുള്ളത്. സം എന്ന് പറയുന്നത് 3നെയും എക്സോർ ചെയ്യുന്നതാണ്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സിംപ്ലിഫിക്കേഷൻ ഇല്ലാണ്ട് തന്നെ വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഈ എക്സ്പ്രഷൻ എഴുതി വെക്കാം ഓർമ്മയിൽ ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ റെഡ്യൂസ് ചെയ്തെടുക്കേണ്ടി വരും. ഇനി ഇതേപോലെ നമ്മൾ ക്യാരിയുടെ എക്സ്പ്രഷനും കാണണം. ഓക്കെ, സമ്മിൻ്റെ എക്സ്പ്രഷൻ കിട്ടി. സമ്മിൻ്റെ എക്സ്പ്രഷൻ നമ്മളിവിടെ ജസ്റ്റ് കിട്ടിയ സംഭവങ്ങൾ നമുക്കിവിടെ മാർക്ക് ചെയ്ത് വയ്ക്കാം. സോ ദ എക്സ്പ്രഷൻ ഫോർ സം ഈസ് എ എക്സോർ ബി എക്സോർ സി. ഓക്കെ, ഇതേപോലെ നമുക്ക് ക്യാരിയുടെ എക്സ്പ്രഷൻ കിട്ടണം എന്ന് വിചാരിക്കുക, ക്യാരി ഔട്ടിൻ്റെ എക്സ്പ്രഷൻ. അപ്പോൾ നമ്മൾ ക്യാരി ഔട്ടിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സമ്മിൻ്റെ എക്സ്പ്രഷൻ കിട്ടാൻ എന്ത് സ്റ്റെപ്പ് എടുത്തോ അതേ സ്റ്റെപ്പ് അപ്ലൈ ചെയ്യുക. സി ഔട്ടിൽ 1 കിട്ടുന്ന കേസസ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇവിടെ 1, ഇതാണ് സമ്മ്, ഇതാണ് സി ഔട്ട് കേട്ടോ. ഓക്കെ, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. ഓക്കെ, 1 കിട്ടുന്ന കോമ്പിനേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഫസ്റ്റ് ഈ കോമ്പിനേഷനിൽ 1 കിട്ടുന്നുണ്ട്, ഈ കോമ്പിനേഷനിൽ 1 കിട്ടുന്നുണ്ട്, ഇതിൽ 1 കിട്ടുന്നുണ്ട്, ഇതിൽ 1 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഡയറക്റ്റ് ആയിട്ട് എഴുതി പോവാ. ഏതൊക്കെയാ? ഫസ്റ്റ് കോമ്പിനേഷൻ പറഞ്ഞാൽ 0 1 1. 0 1 1 എന്ന് പറഞ്ഞാൽ 0ന്റെ നേരെയുള്ളത് ആരാ? എ ആണ്. അപ്പോൾ എ കോംപ്ലിമെന്റ് ബി സി ഇൻ. സോ ദിസ് ഈസ് എ കോംപ്ലിമെന്റ് ബി സി ഇൻ പ്ലസ് നെക്സ്റ്റ് എന്താ നോക്കിയേ,
എ ബി കോംപ്ലിമെൻറ്റ് ഇൻറ്റു സി ഇൻ. സോ എ ബി കോംപ്ലിമെൻറ്റ് ഇൻറ്റു സി ഇൻ. കറക്റ്റ് അല്ലേ എഴുതുന്നത്? എ ബി കോംപ്ലിമെൻറ്റ് ഇൻറ്റു സി ഇൻ. നെക്സ്റ്റ് നോക്കിയേ, എ ബി സി ഇൻ കോംപ്ലിമെൻറ്റ്, ദാറ്റ് ഈസ് പ്ലസ് എ ബി സി ഇൻ കോംപ്ലിമെൻറ്റ്. ലാസ്റ്റ് വൺ എ ബി സി ഇൻ. സോ ദിസ് ഈസ് എ ബി സി ഇൻ. ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനുള്ള ടേംസ് നോക്കാം. സീനുള്ള ടേംസിൽ എവിടെയൊക്കെയാണ് സീനുള്ളത്? ഈ കേസിൽ സീനുണ്ട്, ഈ കേസിൽ സീനുണ്ട്. അപ്പോൾ ഈ കേസിൽ ഇവിടെയും സീനുണ്ട്, ഇവിടെയും സീനുണ്ട്. അപ്പോൾ അങ്ങനെ അതിന് സീനിനെ പുറത്തെടുക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കിയേ. ഇവിടെ സീൻ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ എ കോംപ്ലിമെൻറ്റ് ബി വരും, ഇവിടെ സീൻ പുറത്തെടുത്ത് കഴിഞ്ഞാൽ എ ബി കോംപ്ലിമെൻറ്റ് വരും. ദാറ്റ് ഈസ് ദിസ് ഈസ് ഈക്വൽ ടു സി ഇൻ ടേക്കിംഗ് ഔട്ട് സൈഡ് ഇൻറ്റു ഇവിടെ എന്താ ബാക്കി ഉണ്ടാവുക? എ കോംപ്ലിമെൻറ്റ് ബി വരും, പ്ലസ് ഇവിടെ എന്താ ബാക്കി ഉണ്ടാവുക? എ ബി കോംപ്ലിമെൻറ്റ് വരും, പ്ലസ് ബാക്കിയുള്ള ആൾക്കാർ ആരൊക്കെയാന്ന് നോക്കിയേ. ഈ രണ്ട് ടേമിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. എ ബി സി ഇൻ കോംപ്ലിമെൻറ്റ് എ ബി സി ഇൻ അല്ലേ? അപ്പോൾ ഇവിടെയും എ ബി ഉണ്ട്, ഇവിടെയും എ ബി ഉണ്ട്. അപ്പോൾ നമ്മൾ എ ബിനെ പുറത്തെടുക്കാം. സോ ടേക്കിംഗ് എ ബി ഔട്ട് സൈഡ് എന്താ വരിക? ഇവിടെ സി ഇൻ കോംപ്ലിമെൻറ്റും ഇവിടെ സി ഇന്നും. അപ്പോൾ സി ഇൻ കോംപ്ലിമെൻറ്റ് പ്ലസ് സി ഇൻ. ഓക്കെ, ഇനി എ കോംപ്ലിമെൻറ്റ് ബി പ്ലസ് എ ബി കോംപ്ലിമെൻറ്റ്. ഇത് നമുക്കറിയാം എന്താണ്, ഇത് എന്തിൻ്റെ എക്സ്പ്രഷൻ ആണ്? എക്സോറിൻ്റെ എക്സ്പ്രഷൻ അല്ലേ? സോ ഫോർ ദിസ് വി ക്യാൻ ഡയറക്ട്ലി റൈറ്റ് എ എക്സോർ ബി. ഫോർ ദിസ് സി ഇൻ പ്ലസ് സി ഇൻ കോംപ്ലിമെൻറ്റ്, ഒരു നമ്പറും ഒരു നമ്പറിൻ്റെ കോംപ്ലിമെൻറ്റ് നമ്മൾ കൂട്ടിയാൽ എന്താ വരിക? അപ്പം എ ഉണ്ട് എന്ന് വിചാരിക്കുക, എയിൻ്റെ കോംപ്ലിമെൻറ്റ് നമ്മൾ കൂട്ടണം. എന്താ കിട്ടുക നോക്കിയേ? എ 1 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എയിൻ്റെ കോംപ്ലിമെൻറ്റ് എത്രയായിരിക്കും? 0. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 1. എ 0 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എയിൻ്റെ കോംപ്ലിമെൻറ്റ് എത്രയാണ്? 1. അപ്പോഴും നമുക്ക് എത്രയാണ് കിട്ടുക? 1. അപ്പോൾ ഒരു നമ്പറും അതിൻ്റെ കോംപ്ലിമെൻറ്റ് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എന്താ കിട്ടുക? 1 ആണ് കിട്ടുക. അപ്പോൾ ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം? 1 എന്ന് എഴുതാം. സോ ദ കംപ്ലീറ്റ് എക്സ്പ്രഷൻ ഫോർ സി ഔട്ട് ഈസ് ഈക്വൽ ടു എന്താ വരിക? എ എക്സോർ ബി ഇൻറ്റു സി ഇൻ plus a into b. So this is the complete expression for C out. അപ്പോൾ സമ്മിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് ഓൾറെഡി കിട്ടി അല്ലേ? സമ്മിൻ്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു? സം എക്സ്പ്രഷൻ ഈസ് a XOR b XOR C in. So this is the expression for sum and this is the expression for C out. ഇതാണ് എന്തിൻ്റെ എക്സ്പ്രഷൻസ്? ഫുൾ ആഡറിൻ്റെ സമ്മിൻ്റെയും ക്യാരിയുടെയും എക്സ്പ്രഷൻ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് ബി. പാർട്ട് എയിൽ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ പോയി. ഇനി പാർട്ട് ബി. പാർട്ട് ബി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഒരു മൊഡ്യൂളിൽ നിന്ന് ആക്ച്വലി 14 മാർക്സിൻ്റെ 2 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. 14 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 13, 14. അതിൽ 13th ക്വസ്റ്റിനും 2 സബ് പാർട്ട് ഉണ്ട്, അതേപോലെ തന്നെ 14th ക്വസ്റ്റിനും 2 പാർട്ട് ഉണ്ട്, എ ബി. അപ്പോൾ ഇത് രണ്ടും അറ്റൻഡ് ചെയ്താലേ നമുക്ക് 14 മാർക്ക് കിട്ടുള്ളൂ. ഒന്നുകിൽ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഈ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. 13th ക്വസ്റ്റ്യൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. 13th ക്വസ്റ്റ്യൻ ഇതാണ്: ഡിസൈൻ ആൻഡ് സെറ്റപ്പ് എ ഹാഫ് ആഡർ ഓർ സബ്ട്രാക്ടർ സർക്യൂട്ട് വിത്ത് മോഡ് കൺട്രോൾ. അപ്പോൾ നമ്മൾ നേരത്തെ ഫുൾ ആഡർ, ഹാഫ് ആഡർ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ബേസിക് ആയിട്ട് പറഞ്ഞു അല്ലേ. ഈ ഹാഫ് ആഡറിനും ഫുൾ ആഡറിലും നമുക്കറിയാം ആഡർ എന്ന് വെച്ചാൽ ആഡ് ചെയ്യുന്ന സർക്യൂട്ടാണ്, സബ്ട്രാക്ടർ എന്ന് പറഞ്ഞാൽ സബ്ട്രാക്ട് ചെയ്യുന്ന സർക്യൂട്ടാണ്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളോട് എന്തുണ്ടാക്കാനാ? ഹാഫ് ആഡർ ബാർ സബ്ട്രാക്ടർ. ആഡറായിട്ടും വർക്ക് ചെയ്യണം, സബ്ട്രാക്ടറായിട്ടും വർക്ക് ചെയ്യണം. അതിന് നമ്മൾ എന്ത് യൂസ് ചെയ്യണം? മോഡ് കൺട്രോൾ യൂസ് ചെയ്യണം. മോഡ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹാഫ് ആഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 ഇൻപുട്സ് ആണ് ഉണ്ടാവുക, എ ബി. ഒരു സമ്മ്, ഒരു ക്യാരി, ഇങ്ങനെയാണ് ഔട്ട്പുട്ട്സ് ഉണ്ടാവുക. എന്നാൽ ഹാഫ് ആഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി എന്താ ഉണ്ടാവുക? ഹാഫ് ആഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 ഇൻപുട്സ് ഉണ്ടാവും, എ ബി. ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്കൊരു സം ഉണ്ടാവും, ഒരു ക്യാരി ഉണ്ടാവും. ഇതുപോലെ ഒരു സർക്യൂട്ട് ഉണ്ടാക്കിയിട്ട് ആ സർക്യൂട്ട് ഹാഫ് ആഡറായിട്ടും വർക്ക് ചെയ്യണം, ഹാഫ് സബ്ട്രാക്ടറായിട്ടും വർക്ക് ചെയ്യണം. അഡീഷണൽ ആയിട്ട് ഒരാളെ യൂസ് ചെയ്യാം, അതാണ് മോഡ് കൺട്രോൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമതൊരു ഇൻപുട്ട് യൂസ് ചെയ്യാം. ആ ഇൻപുട്ടാണ് എന്ത്? മോഡ് കൺട്രോൾ. നമ്മൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുക എം വെച്ചിട്ടാണ്. അപ്പോൾ ഇൻപുട്ട് സൈഡിൽ എം ഉണ്ടാവും, എ ഉണ്ടാവും, ബി ഉണ്ടാവും. ഔട്ട്പുട്ട് സൈഡിൽ സം ഉണ്ടാവും, കൂടാതെ വേറെ എന്താ ഉണ്ടാവുക? സമ്മ് മാത്രമാണ് ഉണ്ടാവുക, ഡിഫറൻസ് ഉണ്ടാവും. കാരണം എന്താ? ഈ സർക്യൂട്ട് തന്നെ ആഡറായിട്ടും വർക്ക് ചെയ്യണം, സബ്ട്രാക്ടറായിട്ടും വർക്ക് ചെയ്യണം.
ആഡർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ സർക്യൂട്ടിന് രണ്ട് ഔട്ട്പുട്ട് ഉണ്ടാവും, സമ്മും ക്യാരിയും. സബ്ട്രാക്ടർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ സർക്യൂട്ടിന് രണ്ട് ഔട്ട്പുട്ട് ഉണ്ടാവും. എന്തൊക്കെയാ? ഡിഫറൻസും ബോറോയും. നമ്മൾ പഠിച്ചിട്ടില്ലേ, നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പം 8 നിന്ന് 9 സബ്ട്രാക്ട് ചെയ്യണം എന്ന് വിചാരിക്കാം. 8 ചെറിയ നമ്പറാണ്, 9 വലിയ നമ്പറാണ്. അപ്പോൾ 8 നിന്ന് 9 സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ തൊട്ടടുത്ത ഡിജിറ്റിൽ നിന്ന് ഒരാളെ കടമായിട്ട് എടുക്കും, ബോറോ ആയിട്ട് എടുക്കും അല്ലേ? അപ്പോൾ ഡിഫറൻസും നമുക്ക് കിട്ടും, ഇപ്പുറത്തുനിന്ന് ഒരാളെ ബോറോ ആക്കി എടുത്തിട്ടുണ്ട് എന്ന് കാണിക്കാൻ ഒരു ബിറ്റും നമുക്ക് കിട്ടും. അതാണ് ഇവിടെ ഡിഫറൻസും ബോറോയും. അപ്പോൾ ഒരു ഹാഫ് സബ്ട്രാക്ടർ ആണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ ഹാഫ് സബ്ട്രാക്ടറിനും ഈ പറയുന്നത് പോലെ രണ്ട് ഇൻപുട്സ് ഉണ്ടാവും, എ ആൻഡ് ബി, ആൻഡ് ദർ വിൽ ബി ടു ഔട്ട്പുട്ട്, ദാറ്റ് ഈസ് ഡിഫറൻസ് ആൻഡ് ബോറോ. ഇതാണ് ഹാഫ് ആഡറും ഹാഫ് സബ്ട്രാക്ടറും. ഇവർ പറഞ്ഞിരിക്കുന്നത് ഒരു സർക്യൂട്ടിൽ ഹാഫ് ആഡറും വർക്ക് ചെയ്യണം, ഹാഫ് സബ്ട്രാക്ടറും വർക്ക് ചെയ്യണം. അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അഡീഷണൽ ഇൻപുട്ട് കൊടുക്കാം. ദാറ്റ് ഇൻപുട്ട് ഈസ് കോൾഡ് ആസ് മോഡ് കൺട്രോൾ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആ സർക്യൂട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മോഡ് കൺട്രോൾ എന്ന് പറയുന്ന ഇൻപുട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു എക്സ്ട്രാ ബിറ്റാണ്. ആ എക്സ്ട്രാ ബിറ്റിനെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആ എക്സ്ട്രാ ബിറ്റിനെ 0 ആയിട്ട് കൺസിഡർ ചെയ്യും. ആ എക്സ്ട്രാ ബിറ്റ് 0 ആണെങ്കിൽ ഈ സർക്യൂട്ട് ഹാഫ് ആഡർ ആയിട്ട് വർക്ക് ചെയ്യും. ആ എക്സ്ട്രാ ബിറ്റ് 1 ആണെങ്കിൽ ആ സർക്യൂട്ട് ഹാഫ് സബ്ട്രാക്ടർ ആയിട്ട് വർക്ക് ചെയ്യും. അതാണ് മോഡ് കൺട്രോൾ വെച്ചിട്ടുള്ള ഓപ്പറേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ ഒരു സർക്യൂട്ടിനെ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂത്ത് ടേബിൾ എഴുതലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ട്രൂത്ത് ടേബിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ആ ട്രൂത്ത് ടേബിളിൽ 3 ഇൻപുട്സ് കാണാം. ഓൾറെഡി നമുക്കറിയാം എയും ബിയും ആണ് നമ്മുടെ ഇൻപുട്ട്. ഓക്കെ, അതിൻ്റെ കൂടുതൽ അഡീഷണൽ ആയിട്ടൊരു ഇൻപുട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തൽക്കാലം ഈ ട്രൂത്ത് ടേബിൾ കൺഫ്യൂസിങ് ആണെങ്കിൽ നിങ്ങൾ ഈ കോളം നോക്കണ്ട, എം എന്ന് പറയുന്ന കോളം നോക്കണ്ട, പകരം എയും ബിയും മാത്രം നോക്കുക. അപ്പോൾ ഫസ്റ്റ് കേസിൽ ഫസ്റ്റ് 4 കേസ് 2 ബിറ്റുകളല്ലേ ഉള്ളത്, 4 കോമ്പിനേഷൻസ് ഉണ്ടാവും, 0 0 0 1 1 0 1 1. ഫസ്റ്റ് കേസിൽ നമ്മൾ വിചാരിക്കുക ആ സർക്യൂട്ട് ആഡർ ആയിട്ട് ഹാഫ് ആഡർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട്സ് എന്താ വരിക? ഓക്കെ, 0 + 0, സം ഈസ് 0, ക്യാരി 0, 0 + 1, സം ഈസ് 1, ക്യാരി 0, 1 + 0, സം ഈസ് 1, ക്യാരി 0, 1 + 1, സം ഈസ് 0, ക്യാരീസ് 1. അപ്പോൾ ഈ 4 കേസസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ഫസ്റ്റ് 4 കേസസിലും ഈ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത് എന്തായിട്ടാണ്? ഹാഫ് ആഡർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് 4 കേസസിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കിയേ, 0 - 0, 0 എന്ന് 0 കുറച്ചാൽ എന്താ കിട്ടുക? 0. ബോറോ ഒന്നും വാങ്ങേണ്ടി വരില്ലല്ലോ. സോ ബോറോ ഈസ് ഓൾസോ 0. 0 എന്ന് 1 കുറയ്ക്കണം. 0 എന്ന് 1 കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ 0 ചെറുത് 1 വലുത്, അപ്പോൾ തീർച്ചയായിട്ടും ബോറോ ഉണ്ടാവും. സോ ബോറോ ഈസ് 1. ഇനി 0 എന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ ഡിഫറൻസ് എത്രയാണ് വരിക? 1. അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 1 + 1 എന്ന് പറയുന്നത് എത്രയാണ്? 1 0 ആണ്. അപ്പോൾ ഇതിൻ്റെ റിവേഴ്സ് ഓപ്പറേഷനിലെ സബ്ട്രാക്ഷൻ. അപ്പോൾ 0 എന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ ഡിഫറൻസ് 1 കിട്ടും, ബോറോ 1 കിട്ടും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് 0 എവിടെ നമ്മൾ പറഞ്ഞിട്ട് ഇവിടെ 0 - 1, ദ ഡിഫറൻസ് ഈസ് 1 ആൻഡ് ദ ബോറോ ഈസ് 1. നെക്സ്റ്റ് 1 - 0, ഡിഫറൻസ് ഈസ് 1, ബോറോ ഈസ് 0. 1 നിന്ന് 0 കുറയ്ക്കുന്നതിന് ബോറോ വാങ്ങേണ്ട ആവശ്യമില്ല, 1 ആണ് വലുത്. 1 - 1, ഡിഫറൻസ് ഈസ് 0, ബോറോ ഈസ് 0. ഓക്കെ, അപ്പോൾ ഈ 4 കേസസിലും ഈ സർക്യൂട്ട് എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്? ഹാഫ് സബ്ട്രാക്ടർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഹാഫ് ആഡർ ആയിട്ട് വർക്ക് ചെയ്യുമ്പം ഇത് സമ്മും ഇത് ക്യാരിയും, ഹാഫ് സബ്ട്രാക്ടർ ആയിട്ട് വർക്ക് ചെയ്യുമ്പം ഇത് ഡിഫറൻസും ഇത് ബോറോയും. അതാണ് S⁻D C⁻B എന്ന് എഴുതിയത്. S⁻D എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഈ കോളത്തിൽ സം ഉണ്ടാവും അല്ലെങ്കിൽ ഡിഫറൻസ് ഉണ്ടാവും. ഈ C⁻B എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഈ കോളത്തിൽ ക്യാരി ഉണ്ടാവും അല്ലെങ്കിൽ ബോറോ ഉണ്ടാവും. ഈ 4 കേസസിലും ഇത് ക്യാരിയാണ്, ഈ 4 കേസസിലും ഇത് ബോറോ ആണ്. ഇനിയാണ് നമ്മൾ എക്സ്ട്രാ ബിറ്റ് മോഡ് കൺട്രോൾ വെക്കുന്നത്. മോഡ് കൺട്രോളിൽ ആദ്യത്തെ 4 കേസിൽ എമ്മിൻ്റെ വാല്യൂ ഒന്ന് നോക്കിയേ, 0 0 0 0. അപ്പോൾ M 0 ആവുന്ന സമയത്ത് ഇത് ഹാഫ് ആഡർ ആയിട്ട് വർക്ക് ചെയ്യും, M 1 ആവുന്ന സമയത്ത് ഇത് ഹാഫ് സബ്ട്രാക്ടർ ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത്രയും സംഭവങ്ങൾ നമ്മൾ ഇൻപുട്ട് കോമ്പിനേഷൻസും ഔട്ട്പുട്ട് കോമ്പിനേഷൻസും കിട്ടി. അതിനെ എഴുതി വെക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ട്രൂത്ത് ടേബിൾ വരച്ചാൽ തന്നെ ഇതിൽ ഒരു 2-3 മാർക്സ് നമുക്ക് കിട്ടും. അപ്പോൾ ട്രൂത്ത് ടേബിൾ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഈ ലോജിക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്. മോഡ് കൺട്രോൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇഫ് യു ആർ യൂസിങ് മോഡ് കൺട്രോൾ ആൻഡ് ഇഫ് the M is 0, the circuit work as half adder. If M is equal to 1, the circuit works as half subtractor. ഈ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഹാഫ് ആഡറും ഹാഫ് സബ്ട്രാക്ടറും ആയി.
നെക്സ്റ്റ് ഇതിനെ എന്ത് പറഞ്ഞിരിക്കുന്നത്, ഡിസൈൻ ആൻഡ് സെറ്റപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ട്രൂത്ത് ടേബിൾ മാത്രം ചർച്ചാൽ പോരാ, ഇതിന് ഡിസൈൻ വേണം. ഡിസൈൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രൂത്ത് ടേബിളിൻ്റെ അകത്ത് നമുക്ക് സമ്മിന്റെ എക്സ്പ്രഷൻ എന്താണ്, ക്യാരിയുടെ എക്സ്പ്രഷൻ എന്താണ്, അല്ലെങ്കിൽ സം ബാർ ഡിഫറൻസിന്റെ എക്സ്പ്രഷൻ എന്താണ്, ക്യാരി ബാർ ബോറോന്റെ എക്സ്പ്രഷൻ എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കണം. ആ എക്സ്പ്രഷൻ്റെ അകത്ത് എം ഉണ്ടാവണം, എ ഉണ്ടാവണം, ബി ഉണ്ടാവണം. അതാണ് ഫൈനൽ നമ്മുടെ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ ഈ ഒരു സംഭവത്തിന്റെ എക്സ്പ്രഷൻ കണ്ട്, ഇതാണ് ഒരു ഔട്ട്പുട്ട്, ഇത് രണ്ടാമത്തെ ഔട്ട്പുട്ട്. അപ്പോൾ ഈ ഫസ്റ്റ് ഔട്ട്പുട്ടിന്റെ എക്സ്പ്രഷൻ കിട്ടണമെങ്കിൽ ഫസ്റ്റ് ഔട്ട്പുട്ടിന്റെ ക്യാമാപ്പ് വരയ്ക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യണം, 1 വരുന്ന ടേംസ് എടുത്ത് എഴുതുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പ്രഷൻ എഴുതുക. നേരത്തെ നമ്മൾ ഫുൾ ആഡറിന് ചെയ്തില്ലേ, ആ എക്സ്പ്രഷനെ സിംപ്ലിഫൈ ചെയ്യുക, ഫൈനൽ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്തായാലും 7 മാർക്കിന്റെ ക്വസ്റ്റൻ ആയതുകൊണ്ട് നമുക്ക് ക്യാമാപ്പ് വരച്ചിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ക്യാമാപ്പിൽ വരുന്നത് ഏതൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വേരിയബിൾസ് ആണ് ഇൻപുട്ട് വരുന്നത്, എമ്മും എയും ബിയും. അപ്പോൾ ആ 3 വേരിയബിൾസ്, ദിസ് ഈസ് എം ആൻഡ് ദിസ് ഈസ് എ ബി. അതിൽ ഫസ്റ്റ് ക്യാമാപ്പ് എന്ന് പറയുന്നത് സം അല്ലെങ്കിൽ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള, അതായത് ഒരൊറ്റ ഔട്ട്പുട്ട് ആണല്ലോ ഇത്. എമ്മിന്റെ വാല്യൂ 0 ആവുന്ന സമയത്ത് ഇവിടെ കിട്ടുന്നത് സമ്മ്, എമ്മിന്റെ വാല്യൂ 1 ആവുന്ന സമയത്ത് ഇവിടെ കിട്ടുന്നത് ഡിഫറൻസ്. അപ്പോൾ ഒരൊറ്റ ഔട്ട്പുട്ടേ ഉള്ളൂ. അത് സം ആണോ എന്ന് മനസ്സിലാക്കാൻ എം വാല്യൂ നോക്കണം. സമ്മ് 0 ആണെങ്കിൽ സം ആയിരിക്കും, എം 0 ആണെങ്കിൽ സം ആയിരിക്കും, എം 1 ആണെങ്കിൽ ഡിഫറൻസ് ആയിരിക്കും. ഓക്കെ, അതേപോലെ ഇത് രണ്ടാമത്തെ ഔട്ട്പുട്ട്. ആ ഔട്ട്പുട്ട് ചിലപ്പോൾ ക്യാരി ആയിരിക്കും, ചിലപ്പോൾ ബോറോ ആയിരിക്കും. ക്യാരി ആവുന്നത് എപ്പോഴാണ്, എം 0 ആകുമ്പോൾ. ബോറോ ആവുന്നത് എപ്പോഴാണ്, എം 1 ആകുമ്പോൾ. കാരണം എം 0 ആകുമ്പോൾ ഈ സർക്യൂട്ട് ആഡർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, എം 1 ആകുമ്പോൾ ഈ സർക്യൂട്ട് സബ്ട്രാക്ടർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അത് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യണം, ക്യാമാപ്പ് സിംപ്ലിഫൈ ചെയ്യണം. ക്യാമാപ്പ് സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ 0 0 0 1 1 1 1 0 0 1 ഇതാണ് ക്യാമാപ്പിന്റെ ഓർഡർ എന്ന് പറയുന്നത്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യുക, ഈ ഔട്ട്പുട്ട് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക ഓർഡറിൽ. നമുക്കറിയാമല്ലോ ക്യാമാപ്പ് ഫില്ല് ചെയ്യാൻ 0 1 1 0 0 1 1 0 ഇതാണ് നമുക്കിവിടെ ഫില്ല് ചെയ്യേണ്ടത്. ഏത് ഓർഡറിലാണ് ഫില്ല് ചെയ്യുക, നിങ്ങൾക്കത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് 0 1 2 3 4 5 6 7 ഇവിടെ എഴുതി വെക്കുക. ആ സംഭവങ്ങൾ ഇവിടെയും കൊടുക്കുക. 0 1 ഏത് ഓർഡറിലാണ് എഴുതേണ്ടത്, 2 3 4 5 6 7 ഈ ഓർഡറിലാണ് ക്യാമാപ്പ് ഫില്ല് ചെയ്യേണ്ടത്. ഇതൊക്കെ ബേസിക് ആയിട്ട് ക്യാമാപ്പിന്റെ സൊല്യൂഷൻ ടെക്നിക്സ് ആണ് അല്ലേ. അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കിയേ, 0 1 1 0 0 1 1 0. നെക്സ്റ്റ് വരുന്ന ഏതാ, 0 0 1 1 0 0 1 1 0. ഓക്കെ, സോ ദിസ് ഈസ് ദ ക്യാമാപ്പ്. അപ്പോൾ ക്യാമാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് ആയിട്ട് അതിന് സിംപ്ലിഫൈ ചെയ്തൂടെ. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യുക, വൺസിനെ ഗ്രൂപ്പ് ചെയ്യുക. വൺസിനെ ഗ്രൂപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് നമുക്ക് കിട്ടും, ഇങ്ങനെ ഒരു ഗ്രൂപ്പ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഗ്രൂപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേംസ് ഒന്ന് പറഞ്ഞേ. ഗ്രൂപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേംസ് ഏതൊക്കെയാ, ഇവിടെ നോക്ക്. ഈ ഒരു സെൽ എത്രയാ, 0 0 1. ഈ ഒരു സെൽ എത്രയാ, 1 0 1. അതായത് 0 0 1 ആണ് ഈ സെല്ല്. അപ്പോൾ ഈ സെല്ല് എന്ന് പറയുന്നത് 1 0 1 ആണ്. ഓക്കെ, ഇതിൽ മാറുന്നതാരാ, ഈ ആള് മാറുന്നുണ്ട്. ഈ മാറുന്ന ആളെ നമ്മൾ കൺസിഡർ ചെയ്യണ്ട. മാറാത്ത ആളാരൊക്കെയാ, 0 0 ആയിട്ട് തന്നെ നിൽക്കുന്നു, 1 1 ആയിട്ട് തന്നെ നിൽക്കുന്നു. അപ്പോൾ ഈ ഫസ്റ്റ് ടേം എമ്മിനെ റെപ്രസെന്റ് ചെയ്യുന്നു, ബാക്കി 2 ടേം എ ബിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ടും എ ബി, ഇത് എം. അപ്പോൾ എമ്മിന്റെ ടേം അതിൽ ഉണ്ടാവില്ല, കാരണം എം ഇവിടുന്ന് മാറുന്നുണ്ട്. അപ്പോൾ എമ്മിന്റെ ടേം ഒഴിവാക്കുക. പിന്നെ എ കോംപ്ലിമെന്റ് ബി. സോ ഫസ്റ്റ് ദിസ് എക്സ്പ്രഷൻ കറസ്പോണ്ട്സ് ടു ദിസ് ഗ്രൂപ്പ് ഈസ് എ കോംപ്ലിമെന്റ് ബി. സിമിലർലി ഈ ഗ്രൂപ്പ് എടുക്കാം, ഈ സെല്ല് അല്ല ഈ ഗ്രൂപ്പിംഗ്. ഈ ഗ്രൂപ്പിംഗിൽ എന്താ വരുന്നത് നോക്കിയേ, ഈ ഗ്രൂപ്പിംഗിലും 0 1 0 ഒരു സെല്ല്, 1 1 0 രണ്ടാമത്തെ സെല്ല്. ഏതൊക്കെയാണ്, 0 1 0 ഒരു സെല്ല്, 1 1 0 രണ്ടാമത്തെ സെല്ല്. അതിൽ ഫസ്റ്റ് ആൾ മാറുന്നുണ്ട്, 0 എന്ന് 1 ആവുന്നുണ്ട്. എ ബി മാറുന്നില്ല, 1 0 1 0 1 0 1 0 എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, എ ബി കോംപ്ലിമെന്റ്. സോ ദ സം ബാർ ഡിഫറൻസ് എക്സ്പ്രഷൻ ഈസ് എന്താ എഴുതുക, എ കോംപ്ലിമെന്റ് ബി പ്ലസ് എ ബി കോംപ്ലിമെന്റ്. ഇതെന്താണ്, ഇത് എ എക്സോർ ബി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഫസ്റ്റ് എക്സ്പ്രഷൻ നമുക്ക് കിട്ടി. സോ ദ എക്സ്പ്രഷൻ ഫോർ സം ബാർ ഡിഫറൻസ് ഈസ് എ എക്സോർ ബി. അതിൽ മോഡിന്റെ ഇൻപുട്ടിന്റെ ഒരു ടേം പോലും വരുന്നില്ല സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത്. ഇനി രണ്ടാമത്തെ ട്രൂത്ത് ടേബിൾ സിംപ്ലിഫൈ എന്ന് പറഞ്ഞാൽ അതിൽ ഏതാ കണ്ടത്, ക്യാരി അല്ലെങ്കിൽ ഡിഫറൻസ്. ഓക്കെ, ക്യാരി അല്ലെങ്കിൽ ഡിഫറൻസിന്റെ ട്രൂത്ത് ടേബിൾ ആണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഏതൊക്കെയാണ് ഇൻപുട്ട് വരിക, ഇതുപോലെ തന്നെ എം എ ബി.
this is 0 0 0 1 1 1 1 0, this is 0, this is 1. പറഞ്ഞേ ഇതല്ലേ ഔട്ട്പുട്ട്സ് 0 0 0 1 0 0 0 1. നെക്സ്റ്റ് വരുന്ന ഏതാ 1 0 1 0 0 0 1 0 0. ഇങ്ങനെയാണ് എന്ത് വരിക ക്യാമാപ്പ് വരിക. ഇതിൽ സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് ഗ്രൂപ്പുകളാണ് കിട്ടുക. വണ്ണിനെ ഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ നോക്കിയാൽ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ, ഒരു ഗ്രൂപ്പ് ഇങ്ങനെ. ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ ഒരൊറ്റ ആളേ ഉള്ളൂ. ഇയാളുടെ റെപ്രസെന്റേഷൻ എന്താ M0 A1 B1. അപ്പോൾ M കോംപ്ലിമെന്റ് AB അല്ലേ? അപ്പോൾ ഈ സെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഇവിടെ എഴുതാം M കോംപ്ലിമെന്റ് AB. നെക്സ്റ്റ് വരുന്നത് ഈ സെല്ല്. ഈ സെല്ലിന്റെ റെപ്രസെന്റേഷൻ എന്താ നോക്കിയേ M1 A കോംപ്ലിമെന്റ് B. ഓക്കെ, സോ M A കോംപ്ലിമെന്റ് B അല്ലേ? M A complement. So the second expression, that is expression for carry bar borrow, is and the expression വരുന്നത് M complement AB plus M A complement B. M A complement B. ഓക്കെ, രണ്ട് എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി സർക്യൂട്ട് വരയ്ക്കാം. സർക്യൂട്ട് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഡയറക്റ്റ് എക്സ്പ്രഷൻ ആണ്. എക്സ്പ്രഷൻ വെച്ചിട്ട് എങ്ങനെ ആ സർക്യൂട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ അതേപോലെ അങ്ങ് ചെയ്യാം. അതായത് ഇവിടെ ഒരു എക്സോർ ഉണ്ട്, ഇവിടെ ആൻഡ് ഓപ്പറേഷൻ ഉണ്ട്, നോട്ട് ഓപ്പറേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ സർക്യൂട്ട് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ ഓപ്പറേഷൻ റിയലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അങ്ങ് സർക്യൂട്ട് വരയ്ക്കാം. അതായത് അതിൽ ഈ ഔട്ട്പുട്ട്സ് വരുന്ന രീതിയിലുള്ള സർക്യൂട്ടിനെ റിയലൈസ് ചെയ്തതാണിത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം സമ്മും ഡിഫറൻസും നമുക്ക് കിട്ടേണ്ടത് A XOR B ആയിട്ടാണ്. അതായത് എയും ബിയും ഒരു XOR ഗേറ്റിലേക്ക് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്രഷൻ എന്ത് വരും A XOR B എന്ന് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരേണ്ടത് ഈ എക്സ്പ്രഷനാണ് അല്ലേ? ഈ എക്സ്പ്രഷൻ വരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? M കോംപ്ലിമെൻറ്റും Aനെയും Bനെയും ആൻഡ് ചെയ്യണം. M കോംപ്ലിമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് M എന്ന് പറയുന്ന എക്സ്ട്രാ ഇൻപുട്ട് എടുത്തു, അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ട്. സോ ദിസ് ഈസ് M കോംപ്ലിമെൻറ്റ്. ഈ ഇൻപുട്ട് നോക്കിയേ, ദിസ് ഈസ് A. ഈ ഇൻപുട്ട് നോക്കിയേ, ദിസ് ഈസ് B. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? M കോംപ്ലിമെൻറ്റ് A ഇൻറ്റു B. നെക്സ്റ്റ് M ഇൻറ്റു A കോംപ്ലിമെൻറ്റ് ഇൻറ്റു B. M ഇവിടെ ഉണ്ട്, M ഇവിടെ ഉണ്ട്. എമ്മിനെ അങ്ങനെ തന്നെ എടുത്തു, ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ എയിനെ എടുത്ത് കോംപ്ലിമെൻറ്റ് ചെയ്തു. സോ ദിസ് ഈസ് A കോംപ്ലിമെൻറ്റ്. സിമിലർലി ഈ ബിനെ അതേപടി ഇങ്ങോട്ടേക്ക് എടുത്തു, B. സോ ദിസ് ഈസ് M A കോംപ്ലിമെൻറ്റ് ഇൻറ്റു B. ഡയറക്റ്റ് ആയിട്ട് ആ സർക്യൂട്ടിൽ എന്താണോ എക്സ്പ്രഷൻ ഉള്ളത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗേറ്റ്സ് വരച്ചു വെച്ചു. അത്രയും ചെയ്താൽ മതി. ഇനി ഇത് രണ്ടിനെയും തമ്മിൽ ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓർ ഗേറ്റ് വെച്ചു. അതാകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യാരി അല്ലെങ്കിൽ ബോറോ കിട്ടും. ദാറ്റ് ഈസ് M കോംപ്ലിമെൻറ്റ് AB പ്ലസ് M ഇൻറ്റു A കോംപ്ലിമെൻറ്റ് B. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫൈനൽ സർക്യൂട്ട് ഡയഗ്രാം. അപ്പോൾ ഇങ്ങനെ ഇത്രയും സ്റ്റെപ്സ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഇതിന് ഫുൾ മാർക്സ് കിട്ടുള്ളൂ. ഇത് അത്യാവശ്യം സ്റ്റെപ്സ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ ചെയ്തു പോകാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാനുള്ള ഓപ്പറേഷൻ എന്ന് പറയുന്നത് സമ്മ് കാണുക, ഡിഫറൻസ് കാണുക, ക്യാരി കാണുക, ബോറോ കാണുക. അതിൻ്റെ അകത്ത് ഡയറക്റ്റ് ആയിട്ട് ചെറിയ ക്യാമാപ്പാണ്. ചെറിയ ക്യാമാപ്പിലേക്ക് എത്തുക, അതിൻ്റെ ഡയറക്റ്റ് എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ചെറിയ എക്സ്പ്രഷൻ കിട്ടും. എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ എക്സ്പ്രഷനിൽ പറയുന്ന എന്താണോ അത് കറസ്പോണ്ടിങ് ആയിട്ട് സർക്യൂട്ടിലേക്ക് എത്തിക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ ക്യാമാപ്പ് ഒഴിവാക്കിയിട്ട് ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് ഇതിൽ 1 വരുന്ന ടേംസ് ഏതാണോ അതിൻ്റെ കറസ്പോണ്ടിങ് എക്സ്പ്രഷൻ എഴുതി സിംപ്ലിഫൈ ചെയ്ത് പോവാം. അങ്ങനെ ചെയ്താലും ശരിയാണ്. ക്യാമാപ്പ് വരയ്ക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ സിംപ്ലിഫിക്കേഷൻ ചിലപ്പോൾ നമുക്ക് ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിൽ നമുക്ക് കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് ക്യാമാപ്പ് വഴി നമ്മൾ സിംപ്ലിഫൈ ചെയ്തത്. ഓക്കെ, obtain the simplified POS expression using KMAP. ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട് y ഈക്വൽ ടു സിഗ്മ M 137 11 15 പ്ലസ് D024. ഡയറക്റ്റ്ലി നമുക്കൊരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ POS എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതും KMAP യൂസ് ചെയ്തിട്ട് POS എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ആ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം 15 വരെയുള്ള ടേംസ് അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ എന്തായാലും 4 വേരിയബിളുള്ള ഒരു ഫംഗ്ഷനാണ് തന്നിരിക്കുന്നത്. അത് നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക? അതായത് ഇപ്പം നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് f(x,y,z) ഇങ്ങനെ 3 വേരിയബിളുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ അകത്ത് 7 വരെയുള്ള ടേംസേ ഉണ്ടാവുള്ളൂ അല്ലേ? 3 വേരിയബിൾ വെച്ചിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയ 8 ടേംസിനെയാണ്. അപ്പോൾ അല്ലെങ്കിൽ 8 സ്റ്റേറ്റ്സിനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ മാക്സിമം വരാവുന്ന ടേം എന്ന് പറഞ്ഞാൽ 7 ആയിരിക്കും. അപ്പോൾ ഇവിടെ 15 വന്നിട്ടുള്ളത് കൊണ്ട് ഉറപ്പാണ്
ഇത് 4 വേരിയബിൾ ഉള്ള ഒരു ഫംഗ്ഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 4 വേരിയബിൾ ക്യാ മാപ്പ് വെച്ചിട്ട് വേണം നമ്മളതിനെ സോൾവ് ചെയ്യാൻ. അപ്പോൾ 4 വേരിയബിൾ ക്യാ മാപ്പ് വെച്ച് സോൾവ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ്റെ ഫോം എങ്ങനെയായിരിക്കും? ഫംഗ്ഷൻ്റെ ഫോം എന്ന് പറയുന്നത് ഒന്നുകിൽ ഫംഗ്ഷൻ എ ബി സി ഡി ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എ ബി സി ഡി ആർ ദ 4 ഡിഫറെൻറ്റ് വേരിയബിൾസ്. ഓക്കെ, പിന്നെ D024 എന്ന് പറഞ്ഞിട്ടൊരു സംഭവം തന്നിട്ടുണ്ട്. ഇതെന്താണ്? അത് ഡോൺ കേസ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പോസ് എക്സ്പ്രഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ എം എന്നും പറഞ്ഞിട്ടാണ്. ഈ സിഗ്മ എം എന്നും പറഞ്ഞിട്ട് തന്നിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ദിസ് ഈസ് ഓഫ് സോപ്പ്. 2 ബുളിയൻ റെപ്രസെൻറ്റേഷൻ ആണുള്ളത്, സം ഓഫ് പ്രോഡക്റ്റും പ്രോഡക്റ്റ് ഓഫ് സമ്മും. അപ്പോൾ ഈ സിഗ്മ എം എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതെന്തായാലും സോപ്പ് ആയിരിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ ഡയറക്റ്റ്ലി സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നതും എന്തായിരിക്കും? സോപ്പ് എക്സ്പ്രഷൻ ആയിരിക്കും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പോസ് എക്സ്പ്രഷനാണ്. അപ്പോൾ ഈ ഫംഗ്ഷനെ ആദ്യം പോസിലേക്ക് കൺവേർട്ട് ചെയ്യണം, എന്നിട്ട് പോസിൽ വെച്ചിട്ട് ക്യാ മാപ്പിനെ സോൾവ് ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഇതൊരു സോപ്പ് എക്സ്പ്രഷൻ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടേംസ് ഇവിടെ തന്നിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ തന്നിരിക്കുന്ന ടേംസിൻ്റെ പൊസിഷനിലെല്ലാം നമ്മൾ എന്ത് ഫില്ല് ചെയ്യണം? 1 ഫില്ല് ചെയ്യണം. അപ്പോൾ ആ പൊസിഷനിലൊക്കെ 1 ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന പൊസിഷനിലൊക്കെ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ 1 വരുന്ന ടേംസ് എല്ലാത്തിനെയും കൂടെ എടുത്തെഴുതി കിട്ടുന്ന എക്സ്പ്രഷനാണ് സോപ്പ്. 0 വരുന്ന ടേംസിനെ എല്ലാത്തിനെയും കൂടെ എടുത്തെഴുതി കിട്ടുന്ന എക്സ്പ്രഷനാണ് പോസ്. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോസ് എക്സ്പ്രഷൻ എന്തായിരിക്കും? ഒറ്റയടിക്ക് നമുക്ക് എഴുതിക്കൂടെ? y ഈസ് ഈക്വൽ ടു സിഗ്മ എമ്മിന് പകരം പോസ് എക്സ്പ്രഷൻ നമ്മൾ എഴുതുക പൈ എം എന്നാണ്. മിൻ ടേംസും മാക്സ് ടേം, ഇവിടെ മാക്സ് ടേം ആണ്, അവിടെ മിൻ ടേംസ് ആണ് വരിക. ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് അല്ലാത്ത ആൾക്കാർ ആരൊക്കെയാണോ അവരൊക്കെ ഈ പോസ് എക്സ്പ്രഷനിൽ വരും. നോക്കാം, നമുക്ക് 0 മുതൽ 15 വരെ നോക്കാം. 0 വരുമോ? ഇല്ല. കാരണം എന്താ? 0 ഓൾറെഡി ഡോൺ കെയറിലുണ്ട്, അപ്പോൾ 0 വരില്ല. 1 വരുമോ? 1 വരില്ല. 1 ഓൾറെഡി ഈ എക്സ്പ്രഷനിലുണ്ട്. 2 വരുമോ? ഇല്ല. 2 ഇതിലുണ്ട്. 3 വരുമോ? ഇല്ല. 3 ഇതിലുണ്ട്. 4 വരുമോ? ഇല്ല. 4 ഇതിലുണ്ട്. 5 വരുമോ? 5 ഇതിലൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു ടേം 5 ആയിരിക്കും. നെക്സ്റ്റ് 6 വരുമോ? വരും. 6 ഇതിൻ്റെ അകത്ത് ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലല്ലോ, ഇല്ല. 7 വരുമോ? 7 വരില്ല. 7 ഇതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, 8 വരും. പിന്നെ 9 വരും. ഇല്ല, ഞാൻ ഇല്ലാത്ത ടേംസ് ആണ് എടുത്ത് എഴുതുന്നത്. 10 വരും. 11 വരില്ല, കാരണം 11 ഓൾറെഡി ഇതിലുണ്ട്. പിന്നെ 12 വരും. 13 വരും. 14 വരും. ഇൻറ്റു, ഇവിടെ പ്ലസ് ആണെങ്കിൽ പോസ് എക്സ്പ്രഷൻ എഴുതുമ്പോൾ ഇൻറ്റു ആണ് ഇടാം. ഡോൺ കേസിനെ അങ്ങനെ തന്നെ എഴുതണം. ഡോൺ കേസ് സോപ്പ് എക്സ്പ്രഷനിൽ ഏതൊക്കെ ഉണ്ടായിരുന്നോ സെയിം ടേംസ് പോസ് എക്സ്പ്രഷനിലും ഉണ്ടാവും. സോ ദിസ് ഈസ് ദ കറസ്പോണ്ടിങ് പോസ് എക്സ്പ്രഷൻ. ഇതാണ് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പോസ് റെപ്രസെൻറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പോസ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യുക? ക്യാ മാപ്പ് സോൾവ് ചെയ്യാം. ഇനി ഈ ക്യാ മാപ്പ് സോൾവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഞാനിവിടെ ബോക്സ് മാത്രം വരച്ചു വെച്ചതാണ്. ഇതിൻ്റെ അകത്ത് വേരിയബിൾസ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് 4 വേരിയബിൾസ് ഉള്ള ക്യാ മാപ്പാണ്. സോ ലെറ്റ് ഇറ്റ് ബി എ ബി സി ഡി. എങ്ങനെയാണ് ഇവിടെ മാർക്ക് ചെയ്യുക? 0 0 0 1 1 1 1 0 0 0 0 1 1 1 1 0. ഓക്കെ, ഇനി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്ന സംഭവങ്ങൾ എഴുതാം. വാല്യൂ ഫില്ല് ചെയ്യുന്നതിന് വാല്യൂ ഫില്ല് ചെയ്യണമെങ്കിൽ നമുക്ക് സോപ്പ് എക്സ്പ്രഷൻ വെച്ച് വാല്യൂ ഫില്ല് ചെയ്താലും പോസ് എക്സ്പ്രഷൻ വെച്ച് വാല്യൂ ഫില്ല് ചെയ്താലും സെയിം ആയിരിക്കും. ഒരേ ഫംഗ്ഷനെ തന്നെയാണ് നമ്മൾ പോസായിട്ടും സോപ്പായിട്ടും ഉപയോഗിക്കുന്നത്. സോപ്പായിട്ട് ഉപയോഗിക്കുമ്പോൾ എവിടെയൊക്കെ 1 ഫിറ്റ് ചെയ്തോ പോസായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലാത്ത സ്ഥലത്തൊക്കെ 0 ഫിറ്റ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് പ്രകാരം 1 അങ്ങ് ഫിറ്റ് ചെയ്യാം, എന്നിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് 0 ഫിറ്റ് ചെയ്താൽ പോരെ. ഇനി അതിനും നമ്മൾ ട്രൂത്ത് ടേബിൾ എഴുതി പോകേണ്ട ആവശ്യമില്ല. എളുപ്പത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഓരോന്നിനും ഓരോ പൊസിഷൻസിനും നമുക്ക് പൊസിഷൻസ് ഇവിടെ മാർക്ക് ചെയ്യാം. 0 1 2 3 4 5 6 7 8 9 10 11 12 13 14 50. Sorry, ചെറിയൊരു 30. This is 6
7, 8, 9, 10, 11, 12, 13, 14, 15. ഓക്കെ, പൊസിഷൻസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന പൊസിഷൻസിലൊക്കെ 1 വെച്ച് കൊടുക്കുക. നോക്കി എവിടെയൊക്കെയാണ് 1, 3, 7, 11, 15. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, പോസ് എക്സ്പ്രഷൻ പ്രകാരം ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലത്തൊക്കെ 0 ഫിറ്റ് ചെയ്യുക. എവിടെയൊക്കെയാ 5ൽ 0, 5ൽ 0, 6ൽ 0, 8ൽ 0, പിന്നെ 9ൽ 0, 10ൽ 0, 12ൽ 0, 13ൽ 0, 14ൽ 0. ഇത്രയും സ്ഥലത്ത് 0 ഉണ്ട്. ഇനി D024 എന്ന് പറയുന്നിടത്ത് ഡോൺ കേസ് കൊടുക്കുക. ഡോൺ കേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ 0 ആയാലും 1 ആയാലും അവിടെ പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ എക്സ് ഇട്ടാ കൊടുക്കുക. 024 ലൊക്കേഷൻസ്. 0ൽ എക്സ്, 2 എന്ന് പറയുന്ന ലൊക്കേഷനിൽ എക്സ്, 4 എന്ന് പറയുന്ന ലൊക്കേഷനിൽ എക്സ്. ഇത്രയുമാണ് ഡാറ്റ ഫില്ല് ചെയ്യുക. ബാക്കിയുള്ള റിമൈനിങ് പൊസിഷനിൽ 1. നോക്കിയേ 1 വരുന്ന പൊസിഷൻ ഏതൊക്കെയാണ്? 1, 3, 7, 11, 15. കണ്ടോ? ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം നമുക്ക് കറക്റ്റേ കിട്ടുള്ളൂ. പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് 1 ഫില്ല് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യാത്തത്? 1 ഫില്ല് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സോപ്പ് എക്സ്പ്രഷനാണ്. പിന്നെ അതിനെ നമ്മൾ പോസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നിൽക്കണം. അതിനും എളുപ്പം നമ്മൾ 0 പൊസിഷൻസ് കണ്ടുപിടിക്കുക, ആ പൊസിഷനിൽ കറക്റ്റായിട്ട് ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നമുക്ക് പോസ്റ്റ് എക്സ്പ്രഷൻ കിട്ടും. ഇനി ഇതിനെ എങ്ങനെയൊക്കെ ഗ്രൂപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏറ്റവും മാക്സിമം നമ്പർ കിട്ടുന്ന രീതിയിലാണല്ലോ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ 4 പേരെ ചേർക്കാം, ഈ 4 പേരെയും ചേർക്കാം. മാക്സിമം സീറോസിനെല്ലാം ഗ്രൂപ്പ് ചെയ്ത് വരുത്തണം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിന് നമ്മൾ എഴുതുകയാണെങ്കിൽ എങ്ങനെയാണ് വരിക ഒന്ന് നോക്കിയേ. ഈ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ഓരോ സെല്ല് നോക്കിയാൽ മതി. അതിൽ ഈ 4 ചേർന്നിട്ട് 8 പേരുടെ ഒരു സെല്ലാണ് ഉള്ളത്. ആ സെൽസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന പൊസിഷൻസിൽ ഏത് വേരിയബിൾ ആണ് ചേഞ്ച് ചെയ്യാത്തതെന്നാണ് നോക്കേണ്ടത്. ഈ 4 പൊസിഷൻസ് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ AB എന്ന് പറയുന്ന വേരിയബിൾസ് എല്ലാം ഇവിടെ ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ ഈ സെല്ലിൻ്റെ എക്സ്പ്രഷൻ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിൻ്റെ എക്സ്പ്രഷൻ എഴുതുന്ന സമയത്ത് ഒരിക്കലും AB കടന്നു വരില്ല. പിന്നെ CD ആണ്. CD എന്ന് പറയുന്നത് ഇതുമാണ് ഗ്രൂപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഈ കോളത്തിലൊക്കെ ഉള്ള ആൾക്കാരുടെ വാല്യൂ 0, 0യും ഈ കോളത്തിലുള്ള ആൾക്കാരുടെ ഒക്കെ വാല്യൂ 1, 0യും ആണ്. അപ്പോൾ C എന്ന് പറയുന്നത് ഇവിടെ 0യും ഇവിടെ 1ഉം ആണ്. അപ്പോൾ C ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സ്പ്രഷനിൽ C വരില്ല. D എന്ന് പറയുന്നത് ഇവിടെ 0, അവിടെയും 0. അപ്പോൾ D ഉണ്ട്. Dക്ക് ചേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ Dനെ നമുക്ക് എഴുതാം. D ആണോ D കോംപ്ലിമെൻ്റ് ആണോ എഴുതേണ്ടത്? നമ്മൾ പോസ്റ്റ് എക്സ്പ്രഷൻ ആണ് എഴുതുന്നത്. പോസ്റ്റ് എക്സ്പ്രഷനിൽ 0 എന്ന് പറയുന്നതിനെ വേരിയബിളിൻ്റെ അതേപടി എഴുതണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സെല്ല് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? D. ഓക്കെ, ഫസ്റ്റ് സെല്ലിനെ സോൾവ് ചെയ്യും. ഫസ്റ്റ് ഗ്രൂപ്പിംഗ് കഴിഞ്ഞു. ഫസ്റ്റ് ഗ്രൂപ്പിനെ സോൾവ് ചെയ്യും. നമുക്ക് എന്ത് കിട്ടി? D എന്ന് കിട്ടി. നെക്സ്റ്റ് വരാൻ പോകുന്ന സെക്കൻഡ് ഗ്രൂപ്പ് കണ്ടുപിടിക്കണം. സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് പിന്നെ ഷോർട്ടസ്റ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇതാണ്. സോ ദിസ് ഈസ് ദ സെക്കൻഡ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിനെ സോൾവ് ചെയ്തു. ഫസ്റ്റ് ഗ്രൂപ്പിനെ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ്പ്രഷൻ എന്ത് കിട്ടി? D കിട്ടി. സെക്കൻഡ് ഗ്രൂപ്പിനെ സോൾവ് ചെയ്യാം. സെക്കൻഡ് ഗ്രൂപ്പിനെ സോൾവ് ചെയ്യുന്ന സമയത്ത് നോക്കിയേ, ഈ 4 സെൽസ് അല്ലേ വരുന്നത്. അതിൽ ഇതും നോക്കിയേ. ഇതും നോക്കുന്ന സമയത്ത് ഇവിടെ ആരൊക്കെയാണ് മാറ്റം വരുന്നത്? C 0, 0, D 0 എന്ന് 1 ആവുന്നുണ്ട്. അപ്പോൾ D മാറുന്നുണ്ട്. അപ്പോൾ Dനെ ഒഴിവാക്കാം. C മാറുന്നില്ല. C 0 ആയിട്ട് തന്നെ ഇരിക്കുന്നു. പോസ്റ്റ് എക്സ്പ്രഷനിൽ 0 വന്നു കഴിഞ്ഞാൽ വേരിയബിളിന് അതേപടി എഴുതുക, 1 വന്നു കഴിഞ്ഞാൽ വേരിയബിളിനെ കോംപ്ലിമെൻ്റ് എടുക്കുക. ഇവിടെ 0 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ C എഴുതുക. അപ്പോൾ ഒരാൾ C കഴിഞ്ഞില്ലല്ലോ, ഇല്ല, ഇതും കൺസിഡർ ചെയ്യണ്ടേ, ഇയാളെയും കൂടെ കൺസിഡർ ചെയ്യണ്ടേ. ഈ സെറ്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ വരിക? ഈ സെറ്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നോക്കിയേ, ഇവിടെ ചേഞ്ച് ചെയ്യാത്ത ആരൊക്കെയാ? ഇവിടെ ചേഞ്ച് ചെയ്യാത്തത് A എന്ന് പറയുന്നത് 0 എന്ന് 1 ആവുന്നുണ്ട്. B എന്ന് പറയുന്നത് 1 തന്നെ ഇരിക്കുന്നത്. അപ്പോൾ B എന്ന് പറയുന്നത് 1 ആവുന്ന സമയത്ത് നമ്മൾ അതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? B കോംപ്ലിമെൻറ്റ്. കാരണം 1 ആണ് ചേഞ്ച് ചെയ്യാണ്ടിരിക്കുന്നതെങ്കിൽ അതിനെ വേരിയബിളിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്ത് റെപ്രസെൻറ്റ് ചെയ്യണം. സോ B കോംപ്ലിമെൻറ്റ്. ഇനി ഇത് ഒരൊറ്റ ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിന് മാത്രമുള്ള എക്സ്പ്രഷനാണ്. സാധാരണ സോപ്പ് എക്സ്പ്രഷൻ സോൾവ് ചെയ്ത് ശീലിച്ച ആൾക്കാർ എപ്പോഴും ഇങ്ങനെ C × B കോംപ്ലിമെൻ്റ് ആണ് എഴുതുക. പക്ഷേ നമ്മളിവിടെ സോൾവ് ചെയ്യുന്നത് പോസ് ആണ്. പോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഗ്രൂപ്പിന് എന്താ കൊടുക്കുക? C
പ്ലസ് ബി കോംപ്ലിമെൻ്റ് ആണ് അടിക്കുക. ഓക്കെ, ഈ ഒരു ഗ്രൂപ്പിന് നമ്മളെ എക്സ്പ്രഷൻ എന്താ വരിക? സി പ്ലസ് ബി കോംപ്ലിമെൻറ്റ്. ഇത് സോപ്പിൻ്റെ 1ൻ്റെ ഗ്രൂപ്പ് ആയിരുന്നെങ്കിൽ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതും? സി ഇൻറ്റു ബി അല്ലെങ്കിൽ സി കോംപ്ലിമെൻറ്റ് ഇൻറ്റു ബി എന്ന് എഴുതും. പക്ഷേ 0ൻ്റെ ഗ്രൂപ്പ് ആകുന്ന സമയത്ത് നമ്മൾ എന്താ എഴുതുക? സി പ്ലസ് ബി കോംപ്ലിമെൻറ്റ് എഴുതും. അപ്പോൾ നമുക്ക് 2 ഗ്രൂപ്പ് കിട്ടി, 2ൻ്റെ എക്സ്പ്രഷൻ കിട്ടി. ഇനി മൂന്നാമതൊരു 0 അവിടെ ലെഫ്റ്റ് ആയിട്ട് കിടപ്പുണ്ടല്ലോ, അപ്പോൾ അതിനെയും കൂടെ കൊള്ളിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മൂന്നാമത്തെ ഒരു ഗ്രൂപ്പിനെ ഫോം ചെയ്യണം. ദിസ് ഈസ് ദ തേർഡ് ഗ്രൂപ്പ്. ഓക്കെ, തേർഡ് ഗ്രൂപ്പിൻ്റെ എക്സ്പ്രഷൻ എന്ത് കിട്ടും? ഒന്ന് നോക്കിയേ. തേർഡിൽ ആരാണ് ചേഞ്ച് ആവാത്തത് എന്ന് നോക്കിയേ. തേർഡിൽ ഇവിടെ നോക്കുന്ന സമയത്ത് എ എന്ന് പറയുന്നത് 1 ആയിട്ട് തന്നെ നിൽപ്പുണ്ട് അല്ലേ? അപ്പോൾ എ എന്ന് പറയുന്നത് 1 ആയിട്ട് നിൽപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമ്മൾ എന്ത് കൊടുക്കണം? എ കോംപ്ലിമെൻറ്റ് കൊടുക്കണം. ഇനി റൈറ്റിലേക്ക് നോക്കുന്ന സമയത്തോ ഈ 2 സ്ഥലത്തോ ഈ 2 സ്ഥലത്ത് സി എന്ന് പറയുന്നത് 0 ആയിട്ട് തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ അവിടെ എന്ത് കൊടുക്കണം? സി എന്ന് കൊടുക്കണം. സോ എ കോംപ്ലിമെൻറ്റ് പ്ലസ് സി. ഓക്കെ, സോ ദീസ് ആർ ദ 3 എക്സ്പ്രഷൻ. 3 ഗ്രൂപ്പ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ എക്സ്പ്രഷനാണിത്. ഇനി കംപ്ലീറ്റ് എക്സ്പ്രഷൻ കാണുന്ന സമയത്ത് നമ്മൾ എങ്ങനെ എഴുതുക? സോപ്പ് എക്സ്പ്രഷൻ ആയിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുക? 3 എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ 3 എക്സ്പ്രഷൻസിനെയും കൂട്ടും. പോസ് എക്സ്പ്രഷൻ ചെയ്യുന്ന സമയത്ത് കൂട്ടാൻ പറ്റുമോ? പറ്റില്ല. 3 എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ 3 എക്സ്പ്രഷൻ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അതാണല്ലോ പോസ്. സോ ദ കംപ്ലീറ്റ് എക്സ്പ്രഷൻ വിൽ ബി ഡി ഇൻറ്റു സി പ്ലസ് B complement, C plus B complement into A complement plus C. So this is the complete pose expression. ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് ചില്ലറ ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചില സമയത്ത് ഗ്രൂപ്പിംഗ് കറക്റ്റ് ആവണമെന്നില്ല. പക്ഷെ എന്നാലും നമുക്ക് അറിയുന്ന കൺസെപ്റ്റ് ഒക്കെ വെച്ച് ഗ്രൂപ്പ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടുമല്ലോ. ആ എക്സ്പ്രഷൻ എന്തായാലും എഴുതി വെക്കാം. കാരണം അതിനും മാർക്സ് കിട്ടും. നമ്മളൊന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും നല്ലതാണ് നമ്മൾ അറിയാവുന്ന രീതിയിൽ ഗ്രൂപ്പ് ചെയ്ത് വെക്കുന്നത്. അതിനും മാർക്ക് അവർ പ്രൊവൈഡ് ചെയ്യും എന്തായാലും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? പോസ് എക്സ്പ്രഷൻ കെ-മാപ്പിൽ സോപ്പ് എക്സ്പ്രഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പോസ് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് ചെയ്യാനുള്ള പ്രോബ്ലം ആയിരുന്നു. പക്ഷേ നമുക്ക് എന്താ പറയുക, ഗ്രൂപ്പിംഗ് ഒന്നും അത്ര കോംപ്ലിക്കേറ്റഡ് ഗ്രൂപ്പിംഗ് ആയിരുന്നില്ല. എളുപ്പത്തിൽ ഗ്രൂപ്പ് ചെയ്യാവുന്ന പരുവത്തിലായതുകൊണ്ട് ഓക്കെയാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യൂസിങ് എ നീറ്റ് സർക്യൂട്ട് എക്സ്പ്ലെയിൻ എ 3-bit ക്യാരി ലുക്ക് അഹെഡ് ആഡർ. അതായത് ഒരു ആഡർ സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ സെറ്റപ്പ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്യാരി ലുക്ക് അഹെഡ് ആഡർ എന്ന് പറയുന്ന ആഡർ സർക്യൂട്ട്. അപ്പോൾ സാധാരണ ഒരു ആഡർ സർക്യൂട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 3-bit അഡീഷൻ പെർഫോം ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ 3-bit അഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം A3 A2 A1 പ്ലസ് B3 B2 B1 ഇങ്ങനെ ഒരു അഡീഷൻ പെർഫോം ചെയ്യുന്നു. ഈ അഡീഷൻ നമ്മൾ സാധാരണ രീതിയിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യാം? ഫസ്റ്റ് ഈ A1ഉം B1ഉം തമ്മിൽ കൂട്ടും. അപ്പോൾ നമുക്കൊരു സമ്മ് കിട്ടും. ലെറ്റ് ഇറ്റ് ബി S1 അല്ലേ? സ്വാഭാവികമായിട്ട് ഇത് രണ്ടും കൂട്ടുന്ന സമയത്ത് ഒരു ക്യാരി ജനറേറ്റ് ചെയ്യില്ലേ? ഉണ്ടാവൂലേ? ചിലപ്പോൾ 1ഉം 1ഉം ആണ് കൂട്ടുന്നെങ്കിൽ സമ്മ് 0 വരും, ക്യാരി 1 വരും. ആ ക്യാരീനെ നമ്മൾ ഇപ്പുറത്തേക്ക് കൺസിഡർ ചെയ്യണ്ടേ? അപ്പോൾ ആ ക്യാരീനെ നമ്മൾ ഇത് രണ്ടും കൂട്ടുമ്പോൾ കിട്ടിയ ക്യാരി ആയതുകൊണ്ട് അതിനെ നമുക്ക് C1 എന്ന് വിളിക്കാം. ഓക്കെ, ആ C1 ഇങ്ങോട്ടേക്ക് പോയി. ഓക്കെ, എന്നിട്ട് ആ C1ഉം A2ഉം B2ഉം തമ്മിൽ കൂട്ടുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? അടുത്ത സമ്മ് കിട്ടും S2. ഇവിടെ ഒരു ക്യാരി ജനറേറ്റ് ചെയ്യും. ഇത് മൂന്നും തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ക്യാരിയാണ്. ആ ക്യാരി എങ്ങോട്ടേക്ക് പോകും? ഇങ്ങോട്ടേക്ക് പോകും. ലെറ്റ് ഇറ്റ് ബി C2 A3 B3 കൂട്ടുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? S3 കിട്ടും. ഇതിൻ്റെ ഒരു ക്യാരി ജനറേറ്റ് ചെയ്യും. ആ ക്യാരിയാണ് എന്ത്? C3. അപ്പോൾ ഇങ്ങനെയാണ് ഒരു 3-bit അഡീഷൻ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുക. ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ കണ്ടു, ആദ്യം ഇത് രണ്ടും കൂട്ടി അതിൻ്റെ സമ്മ് കിട്ടി അതിൻ്റെ ക്യാരി കിട്ടിയതിന് ശേഷം മാത്രമേ ഇത് രണ്ടും കൂട്ടാൻ പറ്റൂ. ഇത് രണ്ടും കൂട്ടി ഇതിൻ്റെ സമ്മും ഇതിൻ്റെ ക്യാരിയും കിട്ടിയതിന് ശേഷം മാത്രമേ ഇത് രണ്ടും കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ആക്ച്വലി ഒരു സ്റ്റേജ് കഴിഞ്ഞ് അടുത്ത സ്റ്റേജ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് സ്റ്റേജിൻ്റെ റിസൾട്ട് കിട്ടണം. അതേപോലെ തേർഡ് സ്റ്റേജ് ചെയ്യണമെങ്കിൽ സെക്കൻഡിൻ്റെയും ഫസ്റ്റ് സ്റ്റേജിൻ്റെയും അഡീഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ തേർഡ് സ്റ്റേജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഓപ്പറേഷൻസ് മൊത്തത്തിൽ സ്ലോ ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ സാധാരണ വെറും ഫുൾ ആഡേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇപ്പം നമുക്ക് 2 ഫുൾ ആഡർ വെച്ചിട്ട് നമ്മൾ ഈ അഡീഷൻ പെർഫോം ചെയ്യുകയാണെന്ന് വിചാരിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ 2 ബിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കാം. A2 A1ഉം B2 B1ഉം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ഫുൾ ആഡറിന് ഇൻപുട്ടായിട്ട് നമ്മൾ
ലാസ്റ്റ് LSBs, അതായത് A1ഉം B1ഉം കൊടുക്കും. ഇനീഷ്യലി ഒരു ഇൻപുട്ട് ക്യാരി ഉണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്യും. ചില സമയത്ത് ഉണ്ടാവണമെന്നില്ല, കാരണം ഫുൾ ആഡറിന് തീർച്ചയായിട്ടും 3 ഇൻപുട്ട് കൊടുത്തേ പറ്റൂ. ഫുൾ ആഡറിന് 3 ഇൻപുട്ട്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 3 ഇൻപുട്ടിൽ ഫസ്റ്റ് സ്റ്റേജിൽ ഒരിക്കലും മൂന്നാമത്തെ ഇൻപുട്ട് വരുന്നില്ല. നിങ്ങൾ ഇവിടെ നോക്കിയാൽ അറിയാം, A1ഉം B1ഉം കൂട്ടുന്ന സമയത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ ഒന്നും കൂട്ടാനില്ല. ഈ A1ഉം B1ഉം തന്നെയുള്ളൂ. നേരെ മറിച്ച് ഇവിടെ C0 എന്ന് പറയുന്ന ഒരു ക്യാരിക്ക് കൊടുക്കാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട്, പക്ഷെ അങ്ങനെ ഒരു സാധനം ഇവിടെ ഇല്ല. സെക്കൻഡ് സ്റ്റേജ് വരുന്ന സമയത്ത് 3 ഇൻപുട്ട് വന്നു. അതെന്തുകൊണ്ടാണ്? ഇവിടെ ഒരു ഓപ്പറേഷൻ നടക്കുന്നത് കൊണ്ട്. അപ്പോൾ ഫുൾ ആഡറിന്റെ ഒരു ഇൻപുട്ടിനെ നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. C0 റെപ്രസെന്റ് ചെയ്തേ പറ്റൂ, പക്ഷെ ഇതിന്റെ വാല്യൂ എത്രയായിട്ട് അസ്യൂം ചെയ്യുക? 0 ആയിട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ അകത്ത് നിന്ന് ഒരു സമ്മ് കിട്ടും. ആ സമ്മാണ് എന്ത്? S1. ഇതിൻ്റെ അകത്ത് നിന്ന് ഒരു ക്യാരി കിട്ടും. ആ ക്യാരി ഇതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വരുന്ന ക്യാരിയാണ്. അതിന് നമ്മൾ C1 എന്ന് പറയും. ആ C1ഉം B2ഉം A2ഉം തമ്മിൽ കൂട്ടിയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക? അടുത്ത S2 കിട്ടുക. ഈ S2ൻ്റെ കൂടെ എന്ത് കിട്ടും? C2ഉം കിട്ടും. ഇങ്ങനെയാണ് ബിറ്റ് വൈസ് ഓപ്പറേഷൻസ് നടന്നു പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് പറഞ്ഞ സാധനം തന്നെ ഈ ഡയഗ്രം നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഫസ്റ്റ് ഓപ്പറേഷൻ കഴിഞ്ഞ് അതിൻ്റെ സമ്മും ക്യാരിയും ജനറേറ്റ് ചെയ്ത് ആ ക്യാരി വെച്ചിട്ടാണ് സെക്കൻഡ് ഫുൾ ആഡർ പെർഫോം ചെയ്യുന്നത്. ഇവിടുന്ന് കിട്ടുന്ന ക്യാരി വെച്ചിട്ടാണ് തേർഡ് ഫുൾ ആഡർ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഫുൾ ആഡേഴ്സും തൊട്ട് മുമ്പത്തെ ഫുൾ ആഡറിൻ്റെ ക്യാരിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് മൊത്തത്തിൽ ഇതിൻ്റെ ഓപ്പറേഷൻ സ്ലോ ആയിരിക്കും. ഈ ഓപ്പറേഷൻ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോൺഫിഗറേഷനാണ് ക്യാരി ലുക്ക് അഹെഡ് ആഡർ, CLA. ഓക്കെ, ക്യാരി ലുക്ക് അഹെഡ് ആഡർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഓപ്പറേഷൻ നമുക്ക് സ്പീഡപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്പീഡപ്പ് ചെയ്യണമെങ്കിൽ എന്താണ് മെക്കാനിസം? അതാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്. അതായത് നമുക്കൊരു ഫുൾ ആഡർ സർക്യൂട്ട് ഉണ്ടെങ്കിൽ ആ ഫുൾ ആഡർ സർക്യൂട്ടിൻ്റെ Cout, ക്യാരി ഔട്ടിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ ഇപ്പം തന്നെ 1ഉം 2ഉം മൊഡ്യൂളുകളുടെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ Coutൻ്റെ എക്സ്പ്രഷൻ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് എന്താ കിട്ടിയത്? നമ്മുടെ ഇൻപുട്ട് എയും ബിയും ആണെങ്കിൽ Cout ഈസ് ഈക്വൽ ടു A ഇൻറ്റു B പ്ലസ് C ഇൻറ്റു A XOR B. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ച എക്സ്പ്രഷനാണ്. ഒരു ഫുൾ ആഡർ സർക്യൂട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ Cout എന്ന് പറയുന്നതിൻ്റെ എക്സ്പ്രഷനാണ് ഇത്. ഈ Coutനെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാം. മോഡിഫൈ എന്ന് പറഞ്ഞാൽ നമ്മളതായിട്ടുള്ള ഒരു പ്രത്യേക പേരുകൾ കൊടുത്തിട്ട് നമുക്കിതിനെ മോഡിഫൈ ചെയ്യാം. അതായത് ഇയാൾ A ഇൻറ്റു B എന്ന് പറയുന്നത് ഈ ഒരു ടേമിനെ, ഇതൊരു മൊത്തം ക്യാരിയുടെ എക്സ്പ്രഷൻ ആണല്ലോ. ആ ക്യാരിയുടെ എക്സ്പ്രഷനിൽ 2 ടേംസ് ഉണ്ട്. ഈ ടേമിനെ നമുക്ക് ക്യാരി ജനറേറ്റഡ് എന്ന് പറയാം. ക്യാരി ജനറേറ്റഡ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയും ബിയും മാത്രമേ ആ എക്സ്പ്രഷനിലുള്ളൂ. എയും ബിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫുൾ ആഡറിന് അപ്പോൾ കൊടുക്കുന്ന ഇൻപുട്സ്. നെക്സ്റ്റ്, ഈ എക്സ്പ്രഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എയും ബിയും ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിലൊരു CN ഉണ്ട്. ഈ CN എന്ന് പറയുന്ന ഏതാ? ഇയാളാണ്. ഇതിൻ്റെ ഓപ്പറേഷനിൽ ഇയാൾ കയറി വരിക എന്ന് പറഞ്ഞാൽ ഇയാൾ ഇപ്പുറത്തുനിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് വരുന്ന ആളാണ്. അപ്പോൾ ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന മൊത്തം ക്യാരി എന്ന് പറയുന്നത്, അതായത് Cout എന്ന് പറയുന്നത് ഈ ആഡർ മൂലം ഉണ്ടാവുന്ന ക്യാരി ജനറേറ്റഡും ഇപ്പുറത്തുനിന്ന് വരുന്ന പ്രൊപ്പഗേറ്റഡ് ക്യാരിയും കൊണ്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ടേമിനെ നമുക്ക് എന്ത് പറയാം? ക്യാരി പ്രൊപ്പഗേറ്റഡ് എന്ന് പറയാം. ക്യാരി പ്രൊപ്പഗേറ്റഡ്. ഓക്കെ, ഇനി ക്യാരി ജനറേറ്റഡിന് നമുക്ക് G എന്ന് കൊടുക്കാം. ഈ A ഇൻറ്റു ബിക്ക് പകരം നമ്മൾ ഇനി ഉപയോഗിക്കുക G ആണ്. അതേപോലെ A XOR ബിക്ക് പകരം P എന്നും കൊടുക്കും, പ്രൊപ്പഗേറ്റഡ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ A ബിക്ക് പകരം Gയും കൊടുക്കും, A XOR ബിക്ക് പകരം Pയും കൊടുക്കും. അങ്ങനെയാണെങ്കിൽ Coutൻ്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും? Cout എക്സ്പ്രഷൻ വിൽ ബി എന്ന് പറഞ്ഞ് G പ്ലസ് P C. ഓക്കെ, അതിൽ G എന്ന് പറയുന്നത് എന്താണ്? A ഇൻറ്റു ബി. P എന്ന് പറയുന്നത് എന്താണ്? A XOR B. ഓക്കെ, ഫസ്റ്റ് ഫുൾ ആഡറിനെ കൺസിഡർ ചെയ്യുക. ഇതാണ് ഫസ്റ്റ് ഫുൾ ആഡർ. ഓക്കെ, ഫുൾ ആഡർ 1, ഫുൾ ആഡർ 2. ഫസ്റ്റ് ഫുൾ ആഡറിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ Cout എന്ന് പറയുന്നത് C1 അല്ലേ? സോ C1 ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഫുൾ ആഡർ ജനറേറ്റ് ചെയ്യുന്ന ക്യാരി, അതായത് ഇതിനെ നമുക്ക് G1 എന്ന് പറയാം. G1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A1 ഇൻറ്റു B1. G എന്ന് പറഞ്ഞാൽ എന്താ? A ഇൻറ്റു ബി. അപ്പോൾ G1 എന്ന് പറയുന്നത് എന്തായിരിക്കും? A1 ഇൻറ്റു B1 പ്ലസ് P എന്ന് പറയുന്നത് എന്തായിരിക്കും? A XOR B. ഇവിടുത്തെ കേസിൽ A1 XOR B1. അപ്പോൾ നമുക്ക് P1 എന്ന് പറയാം. P1 ഇൻറ്റു ഇവിടുത്തെ C ഏതാ? C0 അല്ലേ? സോ C0. അപ്പോൾ ഈ എക്സ്പ്രഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിനെ ഒന്ന് ജനറലൈസ്ഡ് എക്സ്പ്രഷൻ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് CI ഈസ് ഈക്വൽ ടു
GI plus PI into CI minus 1. ശരിയല്ലേ? CI ഇവിടെ C1 ആണുള്ളത്, ഇവിടെ വന്ന ടേം C0. ഓക്കെ, ഇനി നിങ്ങൾ സെക്കൻഡ് ടേമിൻ്റെ ക്യാരി നോക്കിക്കോ, C2 കൺസിഡർ ചെയ്ത് നോക്കിക്കോ. C2 is equal to G2 A2 into B2 plus A2 XOR B2 വിത്ത് Cin എന്ന് പറയുന്നത് ഏതായിരിക്കും? C1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ജനറലൈസ്ഡ് എക്സ്പ്രഷൻ ആയിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം. CI ഈസ് ഈക്വൽ ടു GI പ്ലസ് PI ഇൻറ്റു CI മൈനസ് 1. അപ്പോൾ ഇതിൽ നമുക്കൊരു CI എന്ന് പറയുന്ന ക്യാരി ഔട്ടിനുള്ള ഒരു ജനറൽ എക്സ്പ്രഷനാണ് നമുക്കിവിടെ കിട്ടിയത് ആണല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം ഫസ്റ്റ് ക്യാരി C1 കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കാം. ഈ എക്സ്പ്രഷൻ്റെ അകത്ത് നമുക്ക് C1 കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് എക്സ്പ്രഷൻ്റെ അകത്ത് C1 കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഐക്ക് 1 എന്നുള്ള I ഈസ് ഈക്വൽ ടു 1 കൊടുക്കണം. I ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇവിടെ തന്നെ എഴുതാം. സോ I ഈസ് ഈക്വൽ ടു 1 ആണ് കൺസിഡർ ചെയ്യുന്നത്. I ഈക്വൽ ടു 1 കൊടുക്കുന്ന സമയത്ത് നമ്മുടെ എക്സ്പ്രഷൻ എന്താവും? C1 ഈസ് ഈക്വൽ ടു G1 പ്ലസ് P1 ഇൻറ്റു C0. ശരിയല്ലേ? ഇത് ഫസ്റ്റ് ഫുൾ ആഡറിൻ്റെ കേസാണ്. ഫസ്റ്റ് ഫുൾ ആഡറിൻ്റെ G1 എന്ന് പറയുന്നത് എന്തായിരിക്കും? A1 ഇൻറ്റു B1. P1 എന്ന് പറയുന്നത് എന്തായിരിക്കും? A1 XOR B1. C0 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫസ്റ്റ് ഫുൾ ആഡറിൻ്റെ ക്യാരി. അത് അപ്പോഴേ റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് അറിഞ്ഞിട്ടുണ്ടാവണം. C1 ഇങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി C2? അതിന് നമുക്ക് I ഈക്വൽ ടു 2 കൊടുക്കാം. I ഈക്വൽ ടു 2 കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് എഴുതാം? C2 ഈസ് ഈക്വൽ ടു G2 പ്ലസ് P2 ഇൻറ്റു C1. ഇവിടെ ഈ C1ന് പകരം നമുക്ക് ഈ C1 എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വൽ ടു C2 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? G2 പ്ലസ് P2 ഇൻറ്റു C1ന് പകരം ഈ എക്സ്പ്രഷൻ G1 plus P1 C0. So this is equal to G2 plus P2 G1 plus P1 P2 C0. ഇതാണ് C2. ഇതുവരെ നമ്മൾ പറഞ്ഞ കേസിലനുസരിച്ച് C2 എന്ന് പറയുന്നത് സെക്കൻഡ് ഫുൾ ആഡറിൻ്റെ ക്യാരി ഔട്ടാണ്. സെക്കൻഡ് ഫുൾ ആഡറിൻ്റെ ക്യാരി ഔട്ട് കിട്ടണമായിരുന്നെങ്കിൽ നമ്മൾ ഇതുവരെ പറഞ്ഞ കേസ് അനുസരിച്ച് എങ്ങനെയായിരുന്നു? ഫസ്റ്റിൻ്റെ ഓപ്പറേഷൻ നടക്കണമായിരുന്നു. ഫസ്റ്റിൻ്റെ അഡീഷൻ നടന്നതിന് ശേഷം മാത്രമേ നമുക്ക് സെക്കൻഡ് ഓപ്പറേഷൻ കിട്ടുള്ളായിരുന്നു. പക്ഷേ ഈ എക്സ്പ്രഷൻ പ്രകാരം ഒന്ന് നോക്കിയേ, ഈ എക്സ്പ്രഷനിൽ വരുന്ന ടേംസ് ഏതൊക്കെയാ? ഒന്ന് G2 എന്ന് പറയുന്നത് എന്താ? സെക്കൻഡ് ആഡറിൻ്റെ A2 ഉം B2 ഉം മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 2 P2 എന്ന് പറയുന്നത് എന്താ? സെക്കൻഡ് ഫുൾ ആഡറിൻ്റെ A2 ഉം B2 ഉം XOR ചെയ്യുന്നത്. G1 എന്ന് പറയുന്നത് ഫസ്റ്റിൻ്റെ രണ്ടും ആൻഡ് എന്ത് ചെയ്യുന്നത്? G1 എന്ന് പറയുന്നത് ഫസ്റ്റിൻ്റെ രണ്ടും ആൻഡ് ചെയ്യുന്നത്. പിന്നെ P1 P2 C0. ഇതിലൊരിക്കലും ഈ എക്സ്പ്രഷനിൽ ഒരിക്കലും C1 എന്ന് പറയുന്ന ടേം കയറി വരുന്നില്ല. അപ്പോൾ C2 ഇതിൻ്റെ ക്യാരി ഔട്ട് കിട്ടണമെങ്കിൽ C1ൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല. ഇതേപോലെ നമ്മൾ C3യുടെ എക്സ്പ്രഷൻ നിങ്ങൾ ഡിറൈവ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഈ എക്സ്പ്രഷനിൽ I ഈക്വൽ ടു 3 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് C3യുടെ എക്സ്പ്രഷൻ കിട്ടും. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. C3 അത് എക്സാമിന് അതും എഴുതണം കേട്ടോ. C3യുടെ എക്സ്പ്രഷൻ കൂടി എഴുതണം. C3യുടെ എക്സ്പ്രഷൻ കൂടി എഴുതുന്ന സമയത്ത് അതിൻ്റെ അകത്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് C0ൻ്റെ ടേം മാത്രമേ അതിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ C1നെയും C2നെയും അത് ഡിപ്പെൻഡ് ചെയ്യില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആഡർ വർക്ക് ചെയ്യണമെങ്കിൽ ഈ ക്യാരിയുടെ ആവശ്യം ഉണ്ടായിരുന്നു. ഈ ക്യാരി കിട്ടണമെങ്കിൽ ഈ ഓപ്പറേഷൻ നടക്കണമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കേസ് അനുസരിച്ച് ഈ ക്യാരി നമുക്ക് ഡയറക്റ്റ്ലി ഇനീഷ്യൽ കണ്ടീഷൻസിൽ നിന്ന് തന്നെ കിട്ടും. ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ C0 എന്ന് തന്നെ കിട്ടും. ഇവിടുത്തെ ക്യാരീനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഏത് സ്റ്റേജിലുള്ള ക്യാരിയുടെ എക്സ്പ്രഷൻസും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആ സമയത്തൊന്നും നമുക്ക് ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇവിടുത്തെ കേസിൽ ക്യാരി ലുക്ക് അഹെഡ് ആഡർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും അഡീഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് ഏത് സ്റ്റേജിലുള്ള ക്യാരീനെയും ഈ ക്യാരി ലുക്ക് അഹെഡ് ആഡർ ലോജിക്ക് പ്രെഡിക്റ്റ് ചെയ്തിട്ട് ഔട്ട്പുട്ട് കൊടുക്കും. അതാണ് ക്യാരി ലുക്ക് അഹെഡ് ആഡർ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു സർക്യൂട്ട് ഡയഗ്രാം ഇത്. ഈ സർക്യൂട്ട് ഡയഗ്രാം മസ്റ്റായിട്ടും വരയ്ക്കണം. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്തതിൽ ഇങ്ങനെ ഒരു സെക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? 4 ഇപ്പം ഇത് 4 ബിറ്റാണെന്ന് വിചാരിക്കാം. നമ്മളോട് 3 ബിറ്റാണ് ചോദിച്ചെങ്കിൽ ഈ ഒരു സെക്ഷൻ ഒഴിവാക്കിയാൽ മതി. ഓക്കെ, 3 ബിറ്റ് സെക്ഷൻ വരുന്ന സമയത്ത് ഈ 3 ഫുൾ ആഡർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കിയേ, ഒരു അഡീഷണൽ ബ്ലോക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ അഡീഷണൽ ബ്ലോക്ക് എന്താ? ക്യാരി ലുക്ക് അഹെഡ് ലോജിക്. ഇതെന്താ ചെയ്യുന്നത്? ഇനീഷ്യൽ ക്യാരി C0 നമുക്ക് എപ്പോഴും എന്താണ് നമ്മുടെ ഉദ്ദേശം എന്താണ്? 3 ബിറ്റ്സിനെ തമ്മിൽ ആഡ് ചെയ്യണം. 3 ബിറ്റ്സിനെ തമ്മിൽ ആഡ് ചെയ്യണം. നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് തന്നിട്ടുണ്ടാവും എന്തൊക്കെയായിരിക്കും? A0 അല്ലെങ്കിൽ A1 A2 A3 എന്ന് കൊടുക്കാം കേട്ടോ. A0 A1 A2 തന്നിട്ടുണ്ടാവും, B0 B1 B2 തന്നിട്ടുണ്ടാവും. ഇത് രണ്ടിനെയും നമ്മൾ ആഡ് ചെയ്യാൻ പറയും. ഇനീഷ്യൽ സ്റ്റേജിൽ ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് C0യും തന്നിട്ടുണ്ടാവും. ഇനീഷ്യൽ ക്യാരി, അതായത് ഇനീഷ്യൽ സ്റ്റേജിലുള്ള ക്യാരി. ഇത് എവിടെ നിന്നും പ്രൊപ്പഗേറ്റ് ചെയ്ത് വരുന്നതല്ല, അല്ല, ഇത് സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള ക്യാരി. അത് ഉണ്ടാവില്ല, മിക്കവാറും 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത്രയും സാധനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടാവും. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇനി അങ്ങോട്ട് ഏത് സ്റ്റേജിൽ വരുന്ന ക്യാരീനെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യും. നോക്കിക്കേ, എങ്ങനെയാണ്? ഫസ്റ്റ് സ്റ്റേജിൽ A0യും B0യും കൂട്ടുന്ന സമയത്ത് S0 കിട്ടും. പക്ഷെ ഇത് ജനറേറ്റ് ചെയ്യുന്ന C1 എന്ന് പറയുന്ന ക്യാരി ഇങ്ങോട്ടേക്ക് പോകുന്നില്ല. C1 ഓൾറെഡി എവിടുന്നാ വരുന്നത് നോക്കിയേ? ക്യാരി ലുക്ക് അഹെഡ് ലോജിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ C1 കിട്ടണമെങ്കിൽ ഇത് കൂട്ടേണ്ട ആവശ്യമില്ല. അതിനു മുമ്പേ ആര് പ്രെഡിക്റ്റ് ചെയ്യും? ക്യാരി ലുക്ക് അഹെഡ് ലോജിക് പ്രെഡിക്റ്റ് ചെയ്യും. പ്രെഡിക്റ്റ് ചെയ്യാൻ എന്ത് മാത്രം മതി? A0 B0 A1 B1 A2 B2 A3 B3 കൂടെ ആര് വേണം? C0 വേണം. അതല്ലേ നമ്മുടെ എക്സ്പ്രഷൻ. നിങ്ങൾ കണ്ടില്ലേ? നമ്മൾ നേരത്തെ CIന്റെ എക്സ്പ്രഷൻ ഇവിടെ കണ്ടില്ലേ? C2ന്റെ എക്സ്പ്രഷൻ കണ്ടില്ലേ? കണ്ടോ? ഇതിൻ്റെ അകത്ത് G2 P2 G1 P1 P2 C0 ഈ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിൽ C1ന്റെ ടേം ഇല്ല. ഇനി C3 കാണുന്ന സമയത്ത് അതിൻ്റെ അകത്ത് C2ന്റെ C1ന്റെ ടേംസ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ക്യാരി ലുക്ക് അഹെഡ് ലോജിക് എന്താ ചെയ്യുക? C0 എന്ന് പറയുന്ന ഇനീഷ്യൽ ഗിവൺ ക്യാരി ഉപയോഗിച്ചിട്ട് ബാക്കി സ്റ്റേജിൽ വരുന്ന എല്ലാ ക്യാരീസിനെയും പ്രെഡിക്റ്റ് ചെയ്യും. പ്രെഡിക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അപ്പോൾ ഫുൾ ആഡർ സർക്യൂട്ടിന് കൊടുക്കും. അപ്പോൾ ഒറ്റയടിക്ക് എന്ത് ചെയ്യും? അഡീഷൻ ഒറ്റയടിക്ക് നടക്കുകയാണ്. കാരണം A0 B0 കൂട്ടുന്നു, S0 കിട്ടുന്നു. അതേ സമയത്ത് A1 B1 കൂട്ടിയിട്ട് S1 കിട്ടും. പക്ഷേ ഇത് കൂട്ടുന്ന സമയത്ത് ആര് വേണം? ഇവിടെ നിന്നുള്ള ക്യാരി വേണം. ആ ക്യാരി റെഡിമെയ്ഡ് ആയിട്ട് ആര് കൂട്ടും? ക്യാരി ലുക്ക് അഹെഡ് ലോജിക്ക് കൂട്ടും. കാരണം അതിനുള്ള ഇക്വേഷൻ ഇയാൾക്കറിയാം, ആ ലോജിക്ക് ഇയാൾക്കറിയാം. അങ്ങനെ വരാൻ പോകുന്ന ക്യാരീനെ പ്രെഡിക്റ്റ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ പാരലലി ഈ 4 അഡീഷനും ഒരുമിച്ച് നടക്കും. അല്ലാതെ ഒരു അഡീഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് അഡീഷനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് എന്ത്? ക്യാരി ലുക്ക് അഹെഡ് ആഡറിൻ്റെ ലോജിക്ക്. അപ്പോൾ നമ്മളിത് എക്സാമിന് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം സാധാരണ നോർമൽ അഡീഷൻ നടക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ വെച്ച് പറഞ്ഞു തുടങ്ങണം. കാരണം 9 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫസ്റ്റ് സാധാരണ ആഡർ വരുന്ന സമയത്ത് ഇതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്യാരി ഔട്ടിൻ്റെ എക്സ്പ്രഷൻ എടുക്കും. അതിൽ ക്യാരി ജനറേറ്റഡും ക്യാരി പ്രൊപ്പഗേറ്റഡ് എന്ന് പറഞ്ഞിട്ട് 2 ടേം ആയിട്ട് തിരിക്കും. എന്നിട്ട് ജനറലൈസ്ഡ് എക്സ്പ്രഷൻ ഫോർ ക്യാരി ഔട്ട് കണ്ടുപിടിക്കും. ഈ എക്സ്പ്രഷൻ, ഈ ഇക്വേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫർദർ ആയിട്ടുള്ള ക്യാരീസിനെ മുഴുവൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവസാനം നമുക്ക് എന്ത് കിട്ടും? എല്ലാ ക്യാരീസും ഈ ലോജിക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്ത്? ക്യാരി ലുക്ക് അഹെഡ് ആഡർ എന്ന് പറയുന്നത്. ഇനി ഇത് ക്വസ്റ്റ്യൻ പാർട്ട് ബിയിൽ ഒരു ക്വസ്റ്റ്യനും കൂടിയുള്ളത്, അതായത് റൈറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ എനി 5 ബേസിക്സ് ലോസ് ഓഫ് ബുളിയൻ ആൾജിബ്ര. ഇത് ഡയറക്ട്ലി തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ കാര്യമായിട്ട് എന്താ വർക്കൗട്ട് ചെയ്യാനൊന്നുമില്ല. ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന 5 ലോസ് എഴുതാം. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് ലോ എഴുതാം. കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയുന്നത് എന്താ? കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയുന്നത് A ആൻഡ് B ഈസ് ഈക്വൽ ടു B ആൻഡ് A. ആൻഡിൻ്റെ ടേംസിൽ പറയാം, അല്ലെങ്കിൽ A ഓർ B ഈസ് ഈക്വൽ ടു B ഓർ A. സോ ദിസ് ഈസ് കമ്മ്യൂട്ടേറ്റീവ് ലോ. ഈ ലോൻ്റെ മീനിങ് എന്താണെന്നും കൂടെ ജസ്റ്റ് പറഞ്ഞു വയ്ക്കുക. അതായത് 2 ഓപ്പറൻസ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ആ ഓപ്പറൻസ് ഏത് ഓർഡറിലാണ് എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗേറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഈ ഗേറ്റിന് A എന്ന് B എന്ന് പറയുന്ന 2 ഇൻപുട്ട് ഉണ്ട്. ഈ ഇൻപുട്ടിനെ അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? B ഇൻറ്റു A കൊടുക്കാം. ഇപ്പോൾ ആദ്യം കിട്ടുന്ന ഔട്ട്പുട്ട് C ആയിരിക്കും, രണ്ടാമത് കിട്ടുന്ന ഔട്ട്പുട്ട് C ആയിരിക്കും. ഓർ ഗേറ്റിനും ഇത് ബാധകം. സോ ദാറ്റ് ഈസ് ദ കമ്മ്യൂട്ടേറ്റീവ് ബിഹേവിയർ. നെക്സ്റ്റ് രണ്ടാമത്തെ ലോ ആയിട്ട് അസോസിയേറ്റീവ് ലോ പറയാം. അതായത് A ഇൻറ്റു B ഇൻറ്റു C ഈസ് ഈക്വൽ ടു A ഇൻറ്റു B ഇൻറ്റു C. ദിസ് ഈസ് അസോസിയേറ്റീവ് ഫോർ ആൻഡ് ഓപ്പറേഷൻ. ഇനി A or B or C is equal to A or B or C. So these 2 laws are known as associative law. അസോസിയേറ്റീവ് ലോ വേണമെങ്കിൽ നമുക്ക് അതിനെയും പ്രൂവ് ചെയ്യാം. എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക? A ഇൻറ്റു B ഇൻറ്റു C ഈസ് ഈക്വൽ ടു A ഇൻറ്റു B ഇൻറ്റു C എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം A എന്ന് പറയുന്ന ഒരാളും B ഇൻറ്റു C എന്ന് പറയുന്ന
ആൻഡ് ഓപ്പറേഷൻ. ഇത് എ, ഇത് ബി, ഇത് സി. ഇത് ഔട്ട്പുട്ടാണെന്ന് വിചാരിക്കാം. ഇതെന്താണ്? എ എന്ന് ആദ്യം ബി ഇൻറ്റു സി നടക്കുന്നു. കണ്ടോ, ബ്രാക്കറ്റിലുള്ള ആൾക്കാർ ആദ്യം നടക്കുന്നു. ബി ഇൻറ്റു സി നടന്ന് കിട്ടിയ റിസൾട്ട് എന്റെ കൂടെ ആൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇതേ സാധനത്തിന് നമുക്ക് എങ്ങനെ എഴുതാം? എ ഇൻറ്റു ബി ആദ്യം ചെയ്യാം, എന്നിട്ട് സിന്റെ കൂടെ ആൻഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ കിട്ടുന്ന y1ഉം ഇവിടെ കിട്ടുന്ന y2ഉം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതെന്തുകൊണ്ടാണ് ഇത് വരച്ച് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് എക്സ്പ്ലനേഷനും കൂടെ അതിൻ്റെ പ്രൂഫും കൂടെ കൊടുക്കുന്നത്. സോ ദിസ് ഈസ് കോൾഡ് ആസ് അസോസിയേറ്റീവ് ലോ. അപ്പോൾ ഇത് ആൻഡിൻ്റെ കേസിൽ മാത്രമല്ല, ഓർ ഗേറ്റ് വരച്ചിട്ടും നിങ്ങൾക്ക് പ്രൂവ് ചെയ്യും. ഇതൊക്കെ ഡയറക്റ്റ്ലി ഇതൊന്നും പഠിക്കേണ്ട സംഭവങ്ങളെ അല്ല. ഈ ലോസ് നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്ന ലോസ് ആണ്. അസോസിയേറ്റീവ് ലോ, കമ്മ്യൂട്ടേറ്റീവ് ലോ, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. അത് നമ്മൾ ബുളിയൻ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ആ റെപ്രസെൻറ്റ് ചെയ്യുന്ന എക്സ്പ്രഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഗേറ്റ് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കാണിക്കാം. ഇനി വേറെ ഒരു ലോ എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം? എ ഇൻറ്റു ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആയിട്ട് എ ഇൻറ്റു ബി പ്ലസ് സി പറയാം. എ ഇൻറ്റു ബി പ്ലസ് സി ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി ഓർ എ ഇൻറ്റു സി. ഇതിന് നമുക്ക് എന്ത് പറയാം? ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഇതിനെ പ്രൂവ് ചെയ്യാം. എങ്ങനെ പ്രൂവ് ചെയ്യാം? ആദ്യം ബി പ്ലസ് സി, ബി ഓർ സി ചെയ്യുക, അതിൻ്റെ കൂടെ എ ആൻഡ് ചെയ്യുക. അതിൽ കിട്ടുന്ന ഔട്ട്പുട്ട് y1. അതേപോലെ എ ബിയും എ സിയും തമ്മിൽ ആൻഡ് ചെയ്തിട്ട് രണ്ടും തമ്മിൽ ഓർ ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ഇനി ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ പറയാവുന്ന ലോ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ തന്നെ വേറൊരു രീതിയിൽ പറയാറുണ്ട്. ഇപ്പം 3 ലോസ് അല്ലേ ആയിട്ടുള്ളൂ, നമ്മളോട് 5 ലോസ് ആണ് സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞത്. പിന്നെ പറയാനുള്ളത് എ പ്ലസ് എ ബി, എ ഓർ എ ബി. ദിസ് ഈസ് 4th ലോ. ഇതിനെ നമുക്ക് എങ്ങനെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇവിടെ എ ഉണ്ട്, ഇവിടെ എ ഉണ്ട്. എ കോമൺ ആണ്. എനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ എ ഇൻറ്റു 1 പ്ലസ് ബി എന്ന് കിട്ടും. ശരിയല്ലേ? എ പ്ലസ് എ ബി. എ ഇവിടെ നിന്ന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ 1, ഇവിടെ എ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബി. അപ്പോൾ എ ഇൻറ്റു 1 പ്ലസ് ബി. 1 പ്ലസ് ബി എന്ന് പറയുന്നത് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 പ്ലസ് എന്ത് ചെയ്താലും 1 തന്നെയാണ്. ഓക്കെ, അപ്പോൾ എ ഇൻറ്റു 1 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? എ. സോ എ പ്ലസ് എ ബി ഈസ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ഒരു ലോ ആണ്. ഇനി 5th ലോ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എ പ്ലസ് ബി സി, ഡിസ്ട്രിബ്യൂട്ടീവ് ലോൻ്റെ തിരിച്ചിട്ടുള്ള കാര്യം പറയാം. എ പ്ലസ് ബി സി. എ പ്ലസ് ബി സി എന്ന് പറയുന്നത് എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് സി. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എ ഇൻറ്റു എ, എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എ തന്നെ, എ ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ എ സി, എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എ ബി, ബി ഇൻറ്റു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി സി. അതിൽ എ പ്ലസ് എ സി കണ്ടോ, എ പ്ലസ് എ ബി എ ആണെങ്കിൽ എ പ്ലസ് എ സി എന്തായിരിക്കും? എ. സോ ദിസ് ഈസ് എ പ്ലസ് എ ബി പ്ലസ് ബി സി. ഇനി എ പ്ലസ് എ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? എ തന്നെയായിരിക്കും. സോ ദിസ് ഈസ് എ പ്ലസ് ബി സി. ഓക്കെ, ഇങ്ങനെ 5 ലോസ് പറയാം. ഇനി ഇതൊന്നും നമുക്ക് ഓർമ്മയിലില്ലെങ്കിൽ കമ്മ്യൂട്ടേറ്റീവും അസോസിയേറ്റീവും എന്തായാലും ഓർമ്മയിലുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഡി മോർഗൻസ് തിയറം പറയാം. എ പ്ലസ് ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇൻറ്റു ബി കോംപ്ലിമെന്റ് പറയാം. എന്നിട്ട് എ ബി കോംപ്ലിമെന്റ്, എ ബി ഹോൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് പ്ലസ് ബി കോംപ്ലിമെന്റ് പറയാം. പിന്നെ നമുക്ക് അറിയാവുന്ന ഏത് ലോയും പറയാം. എ ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു എ, എ ഇൻറ്റു 0 ഈക്വൽ ടു 0, എ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 1, എ പ്ലസ് 0 ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു. ഇങ്ങനെ നമുക്കറിയാവുന്ന ഏത് ബുളിയൻ ലോ വേണമെങ്കിൽ നമുക്കിവിടെ മെൻഷൻ ചെയ്യാം. ഓക്കെ, ഏതെങ്കിലും 5 എണ്ണമാണ് എഴുതാൻ പറഞ്ഞത്. ഓരോന്നിനും ഓരോ മാർക്സ് വെച്ച് കിട്ടും. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മൊഡ്യൂൾ 2-ൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത്. പുതിയ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ട് നെക്സ്റ്റ് സെഷനിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.